ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് മെയ് 2026 ICAയുടെ RTP നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ കമ്പാരിറ്റീവ്ലി ഇതിനു മുമ്പുള്ള ചില RTPയിലോട്ട് കമ്പയർ ചെയ്യുമ്പം അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള ഒരു RTP അല്ല, ഒരു എളുപ്പമുള്ള RTP ആണ്. അതിനകത്ത് ഒന്ന് രണ്ട് നല്ല പോയിന്റുകൾ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം. അതല്ലാതെ ഭയങ്കര വലിയ സംഭവമായിട്ടുള്ള ഒരു RTP ഒന്നും അല്ല. ബട്ട് എനിവേ വി ക്യാൻ ഗോ ടു സ്ട്രൈറ്റ് അവേ ടു ദ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? അപ്പോൾ ആദ്യത്തെ ഒരു കേസ് സിനാരിയോ ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെസ്ക്രിപ്റ്റീവ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം കേസ് സിനാരിയോ. മിസ്റ്റർ റോഷൻ, ഏജ് 45. അപ്പോൾ ഈ ഏജ് 45, ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് എവിടേക്കാണ് റിലവൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഓപ്റ്റ് ഔട്ടിലെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏജ് റിലവൻ്റ് ആണ്. ഓപ്റ്റ് ഔട്ടിൽ ഈ ഡിഫോൾട്ട് ടാക്സ് റെജിമിനകത്ത് ഏജ് റിലവൻ്റ് അല്ലല്ലോ. അപ്പൂപ്പനായാലും അമ്മൂമ്മയായാലും റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും എല്ലാവർക്കും ഡിഫോൾട്ട് ടാക്സ് റെജിമിനകത്ത് സ്ലാബ് റേറ്റ് സെയിം തന്നെയാണ്. ഓപ്റ്റ് ഔട്ടിനകത്ത് വരുമ്പോൾ പ്രായം മാറുമ്പോഴത്തേക്കും റേറ്റ് ഓഫ് ടാക്സ് മാറും. നമുക്കറിയാം 60 വയസ്സോ അതിന് മുകളിലുള്ള റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺസിന് 3 lakh ബേസിക് എക്സംഷനും 80 വയസ്സോ അതിന് മുകളിലുള്ള റെസിഡൻറ്റ് സീനിയർ സിറ്റിസണ് 5 lakhs ആയിട്ട് മാറും. മറ്റൊരു പ്രത്യേകത ഈ ഏജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ചാപ്റ്റർ 6ലാണ്. ചാപ്റ്റർ 6 ചില ഡിഡക്ഷൻസ് റെസിഡൻറ്റ് സീനിയർ സിറ്റിസന് മാത്രം കിട്ടുന്ന ചില ഡിഡക്ഷൻസ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ സീനിയർ സിറ്റിസന് കിട്ടുന്നതാണ് TTB, ഈ FD ഒക്കെ ഇൻട്രസ്റ്റ്. അതുപോലെ ചില ചാപ്റ്റർ 6 ഡിഡക്ഷനകത്ത് എക്സ്റ്റൻഡ് കൂടുതൽ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ റെസിഡൻ്റ് ആയിരിക്കണം. 80D ഒക്കെ പോലുള്ള സെക്ഷൻസിൽ 80DD DDBയിലൊക്കെ. അപ്പോൾ അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ശരി, എന്തായാലും ഇവിടെ റോഷൻ ഏജ് 45, എംപ്ലോയ്ഡ് ആസ് എ ഫൈനാൻസ് മാനേജർ ഇൻ XYZ ലിമിറ്റഡ്, മുംബൈ. ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 25-26 ഹി റിസീവ്സ് ദ ഫോളോയിങ്. താഴെ പറഞ്ഞ സാധനങ്ങളാണ് അയാൾക്ക് കിട്ടുന്നത്. ബേസിക് സാലറി 60,000 പെർ മന്താണ്. DA 12,000 പെർ മന്ത്. അതിൽ 50% ഫോമിംഗ് പാർട്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം DAയുടെ ഫോമിംഗ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പല കാൽക്കുലേഷൻസിലും റിലവൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ HRAയുടെ എക്സംഷൻ എടുക്കുമ്പോൾ, അതുപോലെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളുടെ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ RPFൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% വരുന്നുണ്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അവിടെയൊക്കെ ഈ ഫോമിംഗ് പാർട്ടാണോ അല്ലേ എന്നുള്ളത് റിലവൻ്റ് ആയിട്ട് വരുന്ന മേഖലകളാണ്. എന്തായാലും ഇവിടെ മൊത്തം DAയുടെ പകുതി 50% ആണ് ഫോമിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി എംപ്ലോയർ PFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 15% ഓഫ് ബേസിക് സാലറി കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ RPFൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടി വരും. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ ബേസിക്കിൻ്റെ 15% ആണ്. ബട്ട് നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോൾ എങ്ങനെ? ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ 12% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ 12%നേക്കാൾ മുകളിലോട്ട് കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ടെങ്കിൽ എക്സസ് മാത്രം ടാക്സ് ചെയ്യും. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, നമ്മൾ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും സാലറി എന്തായാലും അവരെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ബേസിക് സാലറി ഇൻറ്റു 12 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് സാലറി കിട്ടും. അപ്പോൾ 60,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 7,20,000 ബേസിക് മാത്രം വരും. 7,20,000. പിന്നെ DA അവർ പറഞ്ഞിരിക്കുന്നത് 12,000 പെർ മന്താണ്. സോ 12,000 ഇൻറ്റു 12 1,44,000 രൂപ DA വരും. 1,44,000 DA. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 15% ഓഫ് ബേസിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 7,20,000-ൻ്റെ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 5,76,000 രൂപ. അതായത് ബേസിക്കിൻ്റെ 7,20,000-ൻ്റെ 15% എന്ന് പറയുമ്പോൾ 1,08,000 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ 15%, അപ്പോൾ 7,20,000-ൻ്റെ 15% എന്ന് പറയുമ്പോൾ 1,08,000 രൂപയാണ് ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 1,08,000. നമ്മുടെ ലിമിറ്റ് പറയുന്നത് ബേസിക്ക് 7,20 പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. മൊത്തം DA 1,44,000 ആണ്. അപ്പോൾ 1,44,000-ൻ്റെ പകുതി. അപ്പോൾ 1,44,000-ൻ്റെ പകുതി എന്ന് പറയുമ്പം 72,000. സോ 72,000 പ്ലസ് ബേസിക് 7,20. 7,92 ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. ഇതിൻ്റെ 12% വരെ പാടുള്ളൂ. അതിൻ്റെ 12% എന്ന് പറയുമ്പോൾ 95,040 രൂപയാണ്. ഇതാണ് 12% ഓഫ് ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട്, എക്സസ് ഉണ്ട്. അപ്പോൾ RPFൻ്റെ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയുടെ 12% മുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ്? 1,08,000 എക്സസ്. 12,960 രൂപ എക്സസ് ആണ്. ഇത് ടാക്സബിൾ ആണ്. ദിസ് ഈസ് നോൺ ആസ് RPF കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ടാക്സബിൾ ആണ്. അപ്പോൾ ബേസിക് 7,20, DA 1,44,000, പിന്നെ RPF 12,960 ടാക്സബിൾ ആണ്. ഇനി അടുത്ത് തന്നെ പറയുന്നത് ഹി ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ലെറ്റ് ഔട്ട് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 25-26. ഹി ഹാസ് ടേക്കൺ എ ലോൺ ഫോർ അക്വിസിഷൻ ഓഫ് ദിസ് ഹൗസ് ആൻഡ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓഫ് 2.2 lakhs ഡ്യൂറിംഗ് ദ ഇയർ. ഹൗസ് പ്രോപ്പർട്ടിയാണ്, ലെറ്റ് ഔട്ടാണ്. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് ലോൺ ഉണ്ട്. ലോണിൻ്റെ ഇൻട്രസ്റ്റ് 2,20,000 ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇനി എന്നാ പറയുന്നത്? ആ പ്രോപ്പർട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസാണ്.
അപ്പോൾ മുനിസിപ്പൽ വാല്യൂ 1,80,000, ഫെയർ റെൻ്റ് 195. നമുക്കറിയാം ഈ രണ്ടെണ്ണത്തിൻ്റെ ഹയർ നമ്മൾ എടുക്കും. അതിൻ്റെ ഹയർ എടുക്കുമ്പോൾ 1.95 ആണ്. അതിനെ സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് ലോവർ എടുക്കും. അതിൻ്റെ ലോവർ എടുക്കുമ്പോൾ 1.8 ആണ് GAV. ആക്ച്വൽ റെൻറ്റ് 170 ആണ്. അപ്പോൾ GAV അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് 1,80,000, ആക്ച്വൽ റെൻറ്റ് 170, വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 1,80,000 രൂപയാണ് ഇവിടുത്തെ GAV എന്ന് പറയുന്നത്. GAV. പിന്നെ മുനിസിപ്പൽ ടാക്സ്, പക്ഷേ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ടെനൻ്റ് ആണ്. അപ്പോൾ ഇത് കിട്ടൂല, ബിക്കോസ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ടെനൻറ്റ്. ഓണർ അടച്ചാൽ മാത്രമേ മുനിസിപ്പൽ ടാക്സ് കിട്ടുള്ളൂ. അപ്പോൾ 1,80,000 GAV, അത് തന്നെയാണ് NAV. ഇനി അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 1,80,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% എന്ന് പറയുമ്പം 54,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. അപ്പോൾ ബാക്കി വരുന്നത് 1,26,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട്. ഇനി ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് തൊട്ട് മുകളിൽ പറഞ്ഞായിരുന്നു, എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് 2,20,000. അപ്പോൾ ആ 2,20,000 എടുത്തിട്ട് നമുക്ക് ഡിഡക്ഷൻ കുറയ്ക്കാം. ഇൻട്രസ്റ്റ് 2,20,000 126 മൈനസ് 2,20,000 ഈക്വൽ ടു 94,000 രൂപ ലോസാണ്. ശ്രദ്ധിക്കണം, HP ലോസാണ്. HP ലോസിന് ചില കുഴപ്പങ്ങളുണ്ട്, അതൊക്കെ ഓർത്തിരിക്കണം. ഈ ഡിഫോൾട്ട് ടാക്സ് റെജിമറാണ് അസസി ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഹൗസ് പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ലെറ്റ് ഔട്ടിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാം. ഡിഫോൾട്ട് ടാക്സ് റെജിമാർക്ക് 2 പ്രശ്നങ്ങളാണ് HP യിലുള്ളത്. ഒന്ന്, സെൽഫ് ഓക്യുപ്പൈഡ് അവർക്ക് കിട്ടത്തില്ല, ബട്ട് ഇത് ലെറ്റ് ഔട്ടാണ്. പക്ഷേ ലെറ്റ് ഔട്ടിൽ വരുന്ന നഷ്ടം വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ അസസി ഡിഫോൾട്ടിലാണ് ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ ഈ 94,000 ഒന്നും ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല, ക്യാരി ഫോർവേഡിനൊന്നും പറ്റില്ല, ദറ്റ്സ് ഗോൺ. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ക്വസ്റ്റ്യൻ നമുക്കത് ഡിസൈഡ് ചെയ്യാം. എന്തായാലും അത് കമ്പ്യൂട്ട് ചെയ്ത് വയ്ക്കുക ഓരോന്നും. ഓക്കെ, നൗ അതർ ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. അതുപോലെ അവിടെ ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് റിപ്പയർ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ റിപ്പയർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഇറിലവൻ്റ് ആണ്. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ആവശ്യമില്ല. അതിനെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ തരുന്നത്. അതുകൊണ്ട് ഈ റിപ്പയറിന് യാതൊരു റിലവൻസും ഇല്ല. അതർ ട്രാൻസാക്ഷൻ കറണ്ട് ഇയറിലെ ഹൗസ് ഹോൾഡ് LED ആൻഡ് റെഫ്രിജറേറ്റർ പർച്ചേസ്ഡ് ഇൻ January 2017 ഫോർ 56,000 വേർ സോൾഡ് ഇൻ February 2026 ഫോർ ₹15,000. സി റിമെമ്പർ, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷനകത്ത് പഠിക്കുന്ന ഒരു പ്രത്യേക കേസാണ് ഒരു മൂവബിൾ ആയിട്ടുള്ള സാധനം, ഒരു ഇൻഡിവിജ്വൽ HFO പേഴ്സണൽ കൺസംഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മൂവബിൾ അസറ്റുകളൊന്നും ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പം അതിനകത്ത് ജുവലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, വർക്ക് ഓഫ് ആർട്ട്, പെയിൻറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അതല്ലാതെ മൂവബിൾ പേഴ്സണൽ എഫക്റ്റ്. അപ്പോൾ ഇവിടെ വീട്ടിൽ LEDയും റെഫ്രിജറേറ്ററും ഒക്കെ വിറ്റു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്നൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. ഇത് ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ ഇതിന് യാതൊരുവിധ ഇമ്പാക്റ്റും ഇല്ല. ഈ പറഞ്ഞ ഐറ്റത്തിന് ഒരു ഇമ്പാക്റ്റും ഇല്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് അഡ്വാൻസ് ഓഫ് ₹4,00,000 വാസ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ വൻരാജ് ഓൺ 1st May 2025 against a sale of urban agricultural land for ₹11 lakh, which was being used by his father for agriculture purpose during the last 2 years and 8 months. However, due to non-payment of balance, somewhat advance was forfeited. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. ഇവിടെ അർബൻ അഗ്രികൾച്ചർ ലാൻഡാണ്. നമുക്കറിയാം റൂറൽ അഗ്രികൾച്ചർ ലാൻഡാണ് ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തത്. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ അസറ്റ് ആണ്. ആ ക്യാപിറ്റൽ അസറ്റ് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നടന്നില്ല, അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം 1 April 2014 ശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊവിഷൻ അങ്ങനെ പറയുന്നത് 1 April 2014 ശേഷം അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡയറക്റ്റ്ലി ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അപ്പോൾ യാതൊരു സംശയമില്ല, ഈ പറയുന്ന 4 ലക്ഷം രൂപ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യണം. അതിപ്പോൾ ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും വ്യത്യാസമൊന്നുമില്ല, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആണ്. അപ്പോൾ 4 ലക്ഷം അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബൈ അസസി ആഫ്റ്റർ 1 April 2014. ഓക്കെ, അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? പിന്നീട് ഈ സെയിം അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റതായിട്ടാണ് പറയുന്നത്. ദ സെയിം ലാൻഡ് വാസ് സബ്സിക്വൻറ്റ്ലി സോൾഡ് ടു മിസ്റ്റർ ജെയിൻ ഓൺ 1 December 2025, നമ്മുടെ ഇയറിലാണ്, ഫോർ 10,50,000. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 10,50,000 രൂപ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. എന്നിട്ട് അതിൻ്റെ ഇത് പർച്ചേസ് കോസ്റ്റ് തന്നിട്ടുണ്ട്, 1,50,000 രൂപയ്ക്കാണ് മേടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 150 അപ്പോൾ 19 10,50,000 നിന്ന് 1,50,000 കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 9 ലക്ഷമാണ്. അറിയാമല്ലോ, 23 July 2024 ശേഷം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ 9 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾ ഈ 9 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ടാക്സ് പ്ലാനിങ് കിട്ടാൻ വേണ്ടി വേറെ അഗ്രികൾച്ചർ ലാൻഡ് മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ നടന്ന ഡേറ്റിൽ നിന്ന് വിത്തിൻ 2 ഇയറിനുള്ളിൽ മറ്റൊരു അഗ്രികൾച്ചർ ലാൻഡ് മേടിച്ചാൽ സെക്ഷൻ 54B പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ 54B എന്നുള്ള സെക്ഷനിൽ ഇയാൾക്ക് 9 ലക്ഷം രൂപ എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും ക്യാപിറ്റൽ ഗെയിനിൽ വ്യത്യാസമൊന്നുമില്ല, എക്സംഷൻ എന്തായാലും ക്ലെയിം ചെയ്യാം. ടാക്സ് പ്ലാനിങ് ആണ്.
അപ്പോൾ ഇത് നില്ലായി. 950 പുതിയ ലാൻഡ് മേടിച്ചത്. പക്ഷേ നമുക്കിവിടെ മാക്സിമം ക്യാപിറ്റൽ ഗെയിൻ 9 ഉള്ളൂ. 9 950 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം നമ്മൾ 9 കുറച്ചു. അപ്പോൾ അത് നില്ലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ നില്ലാണ്, 0 ആണ്. മൊത്തം ടാക്സ് പ്ലാനിങ്ങിൽ കയറി പോവാണ്. നമ്മുടെ റിട്ടേൺ ഫയലിൻ്റെ ഡേറ്റിനുള്ളിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 10 മാർച്ച് 26 മേടിച്ചേ. അതുകൊണ്ട് ടൈം പീരീഡ് എല്ലാം ഓക്കെയാണ്. 54 ബിയിലെ ടാക്സ് പ്ലാനിങ് പോസിബിൾ ആണ്. അപ്പോൾ അത് എക്സംഷനിൽ പോയി, നില്ലായി. അടുത്ത് പറഞ്ഞ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ടു PPF. നമ്മൾ പഠിച്ചിട്ടുണ്ട് PPFിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 11 ഉണ്ട്, 10 സബ്സെക്ഷൻ 12 ഉണ്ട്. അപ്പോൾ 10-12 പ്രകാരം PPFിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മൊത്തം എക്സംപ്റ്റഡ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ 40,500 എടുക്കേണ്ട. അപ്പോൾ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്, ദാറ്റ്സ് ഗോൺ. പിന്നെ ഉള്ളത് 75,000 രൂപ. നമ്മുടെ ഈ PPFിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സാലറി എന്നുള്ള ചാപ്റ്ററിൻ്റെ താഴെ നമ്മളൊരു ഒരു ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് സാലറിയുടെ താഴെ. അപ്പോൾ സാലറി ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാർട്ടിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പഠിച്ചവർക്ക് അത് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ PPFിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മൊത്തം അത് എക്സംപ്റ്റഡ് ആണ്, മനസ്സിലായി, ഫുള്ളി എക്സംപ്റ്റഡ് ആണ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് എക്സംപ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അത് പോയി, ദാറ്റ്സ് ഗോൺ. ഓക്കെ, എക്സംപ്റ്റഡ്. ഇനി അടുത്ത് പറയുന്നത് ഹി പെയ്ഡ് 75,000 ആസ് പ്രീമിയം ടുവേർഡ്സ് ലൈഫ് ഇൻഷുറൻസ് കവർ ഫോർ സെൽഫ് ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ₹1 lakh ടുവേർഡ്സ് PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 80C ആണ്. 80Cയിൽ തന്നെയാണ് ഈ PPFിലോട്ടുള്ള കോൺട്രിബ്യൂഷനും എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ 1,50,000 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 75,000 പിന്നെ ഒന്നും കൂടെ ആടുമ്പോൾ 1,75 വരും. ബട്ട് മാക്സിമം നമുക്ക് 80Cയിൽ 1,50,000 ക്ലെയിം ചെയ്യാം ചാപ്റ്റർ 6 ആയിട്ട്. പക്ഷേ അസസി ഡിഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിൽ നമുക്കറിയാം ചാപ്റ്റർ 6 ഒന്നും കിട്ടില്ല. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ മാത്രമേ ചാപ്റ്റർ 6 കിട്ടുകയുള്ളൂ. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇയാൾ ഡിഫോൾട്ട് ടാക്സ് റെജിമിലാണ് ടാക്സ് പേ ചെയ്യണമെന്ന് പറയുന്നു. പേ ടാക്സ് അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റെജിം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ഓഫ് ദ കേസ് സിനാരിയോ ഗിവൺ അബോവ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻസർ ടു ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ എമൗണ്ട് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദ ഹെഡ് സാലറി മിസ്റ്റർ റോഷൻ ഫോർ അസസ്മെന്റ് 26-27? സാലറിയിൽ എത്ര ഇൻകം ടാക്സ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ വായിച്ചതിനകത്തുനിന്ന് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് സാലറി. ഇത്രയും കൂട്ടിയും എടുത്താൽ മതി. ബേസിക് സാലറി 7,20,000 പ്ലസ്, DA 1,44,000 പ്ലസ്, പിന്നെ RPF കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% 12,960. ഇത്രയും കൂട്ടുമ്പോൾ നമുക്കവിടെ വരുന്നത് 8,76,960 ഗ്രോസ് സാലറി. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. 75,000 നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ -75,000 ഈസ് ഈക്വൽ ടു 8,01,960, 8,01,960 ആണ്. ഇനി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും സാലറിയുടെ അല്ല. അപ്പോൾ സാലറിക്കകത്ത് ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻകം ഫ്രം സാലറി 8,01,960 ആണ്. അപ്പോൾ 8,01,960 ആണ് ആദ്യത്തെ ആൻസർ. ഓക്കെ. 2, കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടു ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ റോഷൻ. നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ മൊത്തം ടാക്സ് പ്ലാനിങ്ങിൽ പോയല്ലോ, 0 ആയല്ലോ. അപ്പം നില്ലാണ് ആൻസർ. കാരണം 54B എക്സംഷൻ നില്ലായി. രണ്ടാമത്തെ നില്ലാണ് ആൻസർ. വാട്ട് വുഡ് ബി ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ റോഷൻ ഫോർ അസസ്മെന്റ് 26-27? റിമെമ്പർ, റോഷൻ ഡിഫോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിഫോൾട്ടാണ്. അപ്പോൾ ഡിഫോൾട്ട് ചാപ്റ്റർ 6 ഒന്നും ഇല്ല, ബാക്കിയെല്ലാം കൂടെ എടുത്താൽ മതി. അപ്പോൾ സാലറി നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് 8,01,960. HP ലോസ് ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ കിട്ടൂല, നോട്ട് ആപ്ലിക്കബിൾ അണ്ടർ ഡിഫോൾട്ട്. കാരണം HP നമ്മൾ ചെയ്തപ്പോൾ ലോസ് ആവുന്നത്. പിന്നെ ഉള്ളത് ഒരു IFOS ആണ്. IFOSനകത്ത് അയാൾക്ക് ഒരു 4 ലക്ഷം രൂപ അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് എന്ന് പറയുന്നുണ്ട്, ശരിയല്ലേ? ഒരു 4 ലക്ഷം രൂപ അഡ്വാൻസ് മണി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാലറി ഹൗസ് പ്രോപ്പർട്ടി കിട്ടത്തില്ല, 94,000 ലോസ് ആണ്. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ HP ലോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ ക്യാരി ഓവർ ചെയ്യാനോ മറ്റൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ HP ലോസ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഈ പറയുന്ന അഡ്വാൻസ് ഫോർഫീറ്റഡ് 4 ലക്ഷം, അത് IFOS ടാക്സബിൾ ആണ്, അത് നമ്മളെടുത്തു. ക്യാപിറ്റൽ ഗെയിൻ മൊത്തം 0 ആയി, മറ്റത് എക്സംപ്റ്റ് ആണ്, ചാപ്റ്റർ 6 കിട്ടത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം വരുന്നത് എത്ര വരും? 8,01,960 പ്ലസ് 4 lakhs 12,01,960 ആയിരിക്കും. സോ 12,01,960 ആണ് ഇയാളുടെ ടോട്ടൽ ഇൻകം അണ്ടർ ഡിഫോൾട്ട്. വാട്ട് വുഡ് ബി ദ ടാക്സ് ലൈബിലിറ്റി ഓഫ് മിസ്റ്റർ റോഷൻ? ഓക്കെ, അപ്പോൾ ഇതേ ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നേരെ ടാക്സ് അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഈ 12,01,960 വെച്ചിട്ട് ടാക്സ് അങ്ങനെ വരും. അപ്പോൾ ടാക്സ് നമുക്കറിയാം 4 ലക്ഷം വരെ നില്ലാണ് ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ. അടുത്ത 4 ലക്ഷത്തിൻ്റെ 5% ആണ്. അടുത്ത 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 4 ലക്ഷത്തിൻ്റെ 5% 20,000 രൂപ വരും.
പിന്നെ ഉള്ള 4 ലക്ഷത്തിൻ്റെ നെക്സ്റ്റ് 4 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 40,000 രൂപ വരും. ഇപ്പോൾ 12 ലക്ഷമായി. ടോട്ടൽ ഇൻകം 12,01,960. അപ്പോൾ പിന്നെ 1,960 രൂപ മിച്ചമുണ്ട്. അതിൻ്റെ 15%. 1,960 ഇൻറ്റു 15%. 294 രൂപയാണ് വരിക. 294. ഇത്രയാണ് ടാക്സ് വരുന്നത് ഇപ്പോൾ. അപ്പോൾ 60,000 പ്ലസ് 294, 60,294 രൂപ. 60,294. ഈ 60,294 രൂപ ടാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 87A പ്രകാരം ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ ടോട്ടൽ ഇൻകം 12 ലക്ഷം കൂടാതിരുന്നാൽ 60,000 രൂപ വരെ റിബേറ്റ് കിട്ടും. പക്ഷേ ടോട്ടൽ ഇൻകം 12 ലക്ഷം ക്രോസ് ചെയ്താൽ എന്താണ് പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ റിബേറ്റ് ആണ്. അതെങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആദ്യം ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ടാക്സിൽ നിന്ന് ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിന് മുകളിലോട്ട് എത്ര പോയിട്ടുണ്ട് ആ എക്സൈസ് നിൽക്കുന്ന ഇൻകത്തിനെടുത്ത് ഈ ടാക്സിൽ നിന്ന് കുറയ്ക്കുക. മിച്ചം വരുന്ന എമൗണ്ട് റിബേറ്റ് കുറയ്ക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് വന്നിരിക്കുന്നത് 60,294 മൈനസ് 12 ലക്ഷത്തിന് മുകളിലോട്ട് പോയ ഇൻകം എത്ര? അത് വെറും 1,960 രൂപയാണ്. അപ്പോൾ അത് മൈനസ് ചെയ്യുക. മിച്ചം കിട്ടുന്നതാണ് 87 റിബേറ്റ്. അപ്പോൾ 60,294 മൈനസ് 1,960, 58,334 രൂപ. 87 റിബേറ്റാണ്. 58,334 റിബേറ്റാണ്. അപ്പോൾ 60 ഇത് 87 റിബേറ്റ്. ഓക്കെ, 87A റിബേറ്റ്. 60,294 മൈനസ് 58,334 ഇസിക്വൾ ടു 1,960 രൂപ ടാക്സ് മാത്രം വരും കേട്ടോ. 1,960 രൂപ ടാക്സ് മാത്രം 1,960. ഇനി 4% സെസ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 2039 വരും. 2090, 2039, 238.4, 2039 റൗണ്ട് ചെയ്യുമ്പോൾ 2040. 2040 ടാക്സ് ലയബിലിറ്റി വരിക ഇൻക്ലൂഡിങ് സെസ്. ദാറ്റ് വിൽ ബി ഓപ്ഷൻ ഡി, 2040. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ. അപ്പം ഇവിടെ ഈ 87 റിബേറ്റിൻ്റെ മാർജിനൽ റിബേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർത്തിരിക്കണം. മാർജിനൽ റിബേറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിൻ്റെ ജസ്റ്റ് ബ്രിമ്മിൽ ക്രോസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 1240, 1250 വരെയൊക്കെ വരുമായിരിക്കും. അത് കഴിഞ്ഞ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റിബേറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് കണ്ടുപിടിക്കുക. സെസ് ഒന്നും ആഡ് ചെയ്യരുത്. എന്നിട്ട് ആ ടാക്സിൽ നിന്ന് 12 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് എക്സസ് ചെയ്ത് നിൽക്കുന്ന ഇൻകം എത്രയുണ്ടോ ആ ഇൻകത്തിനെ ആ ടാക്സിൽ നിന്ന് കുറയ്ക്കുക. അതായത് 12ന് മുകളിലോട്ടുള്ള ഇൻകത്തിനേക്കാളും കൂടുതലായിരിക്കണം നമുക്ക് കിട്ടുന്ന ടാക്സ്. അങ്ങനെയാണെങ്കിൽ ആ എക്സീഡ് ചെയ്ത് പോയിരിക്കുന്ന ഡിഫറൻസ് ആണ് റിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 87 റിബേറ്റ് നമുക്ക് ഇവിടെ കിട്ടും. അത് കുറച്ചിട്ട് ബാക്കിയെടുത്ത് സബ്സ്ട്രാക്ട് ചെയ്യും. 5. വാട്ട് വുഡ് ബി ദ ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ റോഷൻ ഫോർ അസസ്മെന്റ് 26-27 ഇഫ് ഹി ഓപ്റ്റ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജിം? അപ്പോൾ അവിടെ ഇച്ചിരി പണി കൂടും. കാര്യം നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ടോട്ടൽ ഇൻകം എല്ലാം ഡിഫോൾട്ട് ടാക്സ് റെജിം പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ആലോചിക്കണം. ഇവിടെ ഇൻകം വരുന്നത് സാലറി ഉണ്ട്, ക്യാപിറ്റൽ ഗെയിനും പിന്നെ ടാക്സ് പ്ലാനിങ്ങിൽ കയറി പോവാണ്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഡിഫോൾട്ട് നമ്മളത് എടുത്തിട്ടില്ല ലോസ് ആയതുകൊണ്ട്, HP, ഓക്കെ, പിന്നെ IFOs, ഇത്രയാണ് ഇവിടെ ഉള്ളത്. ചാപ്റ്റർ 6A. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ സാലറിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുത്തിരിക്കുന്നത് 75,000 രൂപയാണ്. പക്ഷേ ഓപ്റ്റ് ഔട്ടിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ഔട്ടിലേക്ക് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്റ്റ് ഔട്ടിൽ ചെയ്യുമ്പം ഈ സാലറി 12,01,960 ഇപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻകമാണ്. ഡിഫോൾട്ടിലെ ടോട്ടൽ ഇൻകമാണ് ഇത്. ഡിഫോൾട്ടിലെ ടോട്ടൽ ഇൻകമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം? 25,000 രൂപ ആഡ് ചെയ്യണം. ഹൗസ് പ്രോപ്പർട്ടി അപ്പോൾ 25,000 ഞാൻ ആഡ് ചെയ്യണം. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ 75 ക്ലെയിം ചെയ്തത്. ഓപ്റ്റ് ഔട്ടിൽ 50,000 പാടുള്ളൂ. അപ്പോൾ എക്സസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 25,000 ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ. ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നു? 94,000 HP ലോസ് വന്നു. ആ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. കാരണം ഓപ്റ്റ് ഔട്ടിൽ സെറ്റ് ഓഫ് പറ്റും. പിന്നെ ഉള്ളത് എന്താണ്? ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 നമുക്കൊരു 1,50,000 ചാപ്റ്റർ 6 ഉണ്ട്. ഇത്രയും കുറച്ച ടോട്ടൽ ഇൻകം കിട്ടും നമുക്ക്. ആ ടോട്ടൽ ഇൻകത്തിന് ടാക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എല്ലാം എടുത്തോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തോണം. നമ്മൾ ഈ പറഞ്ഞ സാലറിക്കകത്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിരിക്കുന്നത് 75,000 അവിടെ നമുക്കത് 50,000 പറ്റുള്ളൂ ഓപ്റ്റ് ഔട്ടിൽ. അപ്പോൾ 25,000 നമ്മൾ എക്സസ് ക്ലെയിം ചെയ്തതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. അപ്പോൾ 8,01,960 തിരിച്ച് 25 ആഡ് ചെയ്താലും മതി സാലറി മാത്രം ചെയ്യുകയാണെങ്കിൽ.
രണ്ടാമത് ഹൗസ് പ്രോപ്പർട്ടിയിൽ 94,000 ലോസിനെടുത്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, നമ്മളെടുത്തു. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ഓക്കെ, പിന്നെ ഉള്ള എന്താ, ചാപ്റ്റർ 6 ആണ് 150. അപ്പോൾ ഇത്രയും വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. 12,01,960, 12,01,960 രൂപ ഡിഫോൾട്ടിലെ ടോട്ടൽ ഇൻകം. നമ്മൾ അതിൻ്റെ കൂടെ എക്സസ് ക്ലെയിം ചെയ്ത സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 27 ആഡ് ചെയ്തു, 12,26,960 ഹൗസ് പ്രോപ്പർട്ടി ലെസ് ചെയ്തു, 94,000 ലെസ് ചെയ്തു. പിന്നെ ചാപ്റ്റർ 6 ലെസ് ചെയ്തു, -150. അപ്പോൾ ഏതാണ്ട് 9,82,960 ഇവിടുത്തെ ടോട്ടൽ ഇൻകം വരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ. 9,82,960. ഈ 9,82,960 ടാക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പം 2.5 ലാക്സ് വരെ നില്ലാണ്. പിന്നെ അടുത്ത 2.5 ലാക്സ് വരെ 5% എന്ന് പറയുമ്പോൾ 12,500 രൂപ ടാക്സ് വരും. പിന്നെ ഉള്ളത് 4,82,960 20% എടുത്താൽ മതി. 4,82,960 20%, അത് 96,592 രൂപ വരും. 96,592. ടാക്സ് മാത്രം കൂട്ടുമ്പോൾ 1,09,092 വരും. 1,09,092. ആഡ് 4% സെസ് 4,364 രൂപ വരും. നിങ്ങളുടെ ആഡ് ചെയ്യുമ്പോൾ 1,13,455 ആണ്. 1,13,455.6 റൗണ്ട് ചെയ്യുമ്പോൾ 460 വരും. 1,13,460 ആയിരിക്കണം ഈ പറഞ്ഞ. യെസ്, ദാറ്റ് ഈസ് ആൻസർ, ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1,13,460 ഇവിടുത്തെ ടാക്സ് ലൈബിലിറ്റി വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിഫോൾട്ടിൽ നിന്ന് ഓപ്റ്റ് ഔട്ടിലേക്ക് പോകുമ്പം വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയിൽ നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്ന 75,000 ബട്ട് ഓപ്റ്റ് ഔട്ടിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് 50,000 കിട്ടുള്ളൂ. അപ്പോൾ ഡിഫോൾട്ടിലെ ടോട്ടലും കൊടുത്തിട്ട് 25,000 തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. പിന്നെ ഓപ്റ്റ് ഔട്ടിൽ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് വേറെ ഹെഡോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, 2 ലക്ഷം വരെ. ഇവിടെ 94,000 HP ലോസ് ഉള്ളത്, അപ്പോൾ അത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു. ചാപ്റ്റർ 6 1.5 കുറച്ചു. ഇത്രയും ചെയ്യുമ്പോൾ ഓപ്റ്റ് ഔട്ടിലെ ടോട്ടൽ ഇൻകം കിട്ടും. അതിൻ്റെ ടാക്സ് 1,13,460. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോ എന്നുള്ളത്. ആദ്യത്തേത് ഓപ്ഷൻ ബി, രണ്ടാമത്തെ BC ADA. ഓക്കെ, BC ADA. BC ADA. ദ ആൻസർ ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ വർക്കിങ്സ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, നൗ we can go to the descriptive part. ഇപ്പോൾ ഡെസ്ക്രിപ്റ്റീവിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ സുഭാഷ്, an Indian citizen, is currently in employment with an overseas company located in country X. ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളത് എപ്പോഴും നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇന്ത്യൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രത്യേകം ആലോചിച്ചോണം. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സിറ്റിസൺ എന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം ഇന്ത്യൻ സിറ്റിസന് ചില പ്രത്യേകതകളുണ്ട് സ്റ്റാറ്റസ് കണ്ടുപിടിക്കുമ്പോൾ. ഇപ്പോൾ അയാൾ പുറത്താണ്, ഓക്കെ, ഓവർസീസ് ആണ്, ഔട്ട്സൈഡ് ഇന്ത്യയാണ്. കറണ്ട് ഇയറിൽ അയാൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 135 ദിവസമാണ് കറണ്ട് ഇയറിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലോട്ടുള്ള 4 കൊല്ലം ഇവിടെ ഒരു 100 ദിവസമുണ്ട്, പിന്നെ ഒരു 50 ദിവസം, പിന്നെ ഒരു 76 ദിവസം, പിന്നെ ഒരു 45 ദിവസം പുറകിലോട്ട് അയാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്കകത്തോട്ട് ഒരു വിസിറ്റിന് വരുന്ന കേസിൽ നമുക്ക് സാധാരണ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ, ഒന്ന് നമ്മുടെ 182 എന്നുള്ള യൂണിവേഴ്സൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അത് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റായ 60+365 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ സിറ്റിസൺ കംസ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, 60+360. പിന്നെ ഉള്ളത് അവരുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 120+365 എന്ന് പറയുന്ന സ്പെഷ്യൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി അതും ഫെയിലായി കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്, വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല. പക്ഷേ അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പ്രകാരം അയാൾ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ആയിട്ട് പ്രഖ്യാപിക്കാം. അപ്പോൾ ഈ 3 ഉള്ളൂ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്കകത്തോട്ട് വരുന്ന കേസിൽ. ഇവിടെ 182 എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, കാരണം 135 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ അത് അയാൾ ഫെയിലായി. രണ്ടാമത്തെ 60+365 ആപ്ലിക്കബിൾ അല്ല, കാരണം ഇന്ത്യൻ സിറ്റിസൺ ആണ്, കംസ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് ആണ്. അതുകൊണ്ട് 60+365 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നുള്ള എന്താ, 120+365 അപ്ലൈ ചെയ്യാം. പക്ഷേ 120+365 പ്രീവിയസ് ഇയർ 120യും ബാക്കിലോട്ട് 4 കൊല്ലം 365 അപ്ലൈ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപ കൂടുതൽ ഉണ്ടാകണം. അപ്പോൾ അത് നമുക്കിവിടെ ഉണ്ടോ എന്ന് നോക്കാം.
അപ്പോൾ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇന്ത്യൻ ഇൻകം എല്ലാം എടുക്കണം. അതിനകത്ത് 2 ഫോറിൻ ഇൻകം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫോറിൻ ബിസിനസ് ഇൻകം ഇഫ് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. 2 ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇത് രണ്ടും എടുക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആദ്യത്തത് ഇൻകം ഫ്രം സാലറി ഏൺഡ് ആൻഡ് റിസീവ്ഡ് ഇൻ കൺട്രി എക്സ് 2 ലക്ഷം എടുക്കണ്ട, ഫോറിൻ ഇൻകം. ഇൻകം ഏൺഡ് ആൻഡ് റിസീവ്ഡ് ഫ്രം എ ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ കൺട്രി എക്സ്, ഫോറിൻ ഇൻകം എടുക്കണ്ട. ഇൻകം ഡീം ടു അക്രൂ ആൻഡ് അറൈസ് ഇൻ ഇന്ത്യ 2 ലക്ഷം എടുക്കണം. ഇൻകം ഫ്രം റീറ്റെയിൽ ബിസിനസ് അക്രൂഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എടുക്കണം, 10 ലക്ഷം എടുക്കണം. കാരണം അത് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് എടുക്കണം. ഇൻകം അക്രൂഡ് ആൻഡ് അറൈസൺ ഇൻ ഇന്ത്യ 4 ലക്ഷം അത് എടുക്കണം. അപ്പോൾ 10 + 2 + 4 16 ലക്ഷം രൂപ. 16 ലക്ഷം എന്ന് പറയുമ്പോൾ 15 ലക്ഷം എക്സീഡ് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 lakhs എക്സീഡ് ചെയ്തു. കാരണം 10 + 2 + 4 16 ലക്ഷം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ സ്പെഷ്യൽ ടെസ്റ്റായ 120 + 365 അപ്ലൈ ചെയ്യാം. ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. 120 ഡേയ്സ് ഉണ്ട്. 135 ആണല്ലോ, 135. അപ്പോൾ 120 ഉണ്ട്. പക്ഷേ ബാക്കിലോട്ട് 4 കൊല്ലം എത്ര ഉണ്ടെന്നും കൂടെ നോക്കണം. ബാക്കിലോട്ട് 4 കൊല്ലം നമ്മൾ നോക്കുമ്പോൾ 100 ഡേയ്സ് + 50 + 76 + 45 271 ദിവസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ടെസ്റ്റും അവിടെ പരാജയപ്പെടുകയാണ്. കാരണം 120 + 365 വേണം. 120 കറണ്ട് ഇയറിലുണ്ട്, പക്ഷേ ബാക്കിലോട്ട് 4 കൊല്ലം കൂട്ടുമ്പോൾ 271 ദിവസമേ ഉള്ളൂ. സോ ഫെയിൽഡ് ദാറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, മറ്റേ സെക്ഷൻ 6 സബ്സെക്ഷൻ 1A അപ്ലൈ ചെയ്യാന്നുള്ളത്. പക്ഷേ സെക്ഷൻ 6 സബ്സെക്ഷൻ 1A അപ്ലൈ ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 1 ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 2 ഹീസ് നോട്ട് ലൈബിൾ ടു പേ ടാക്സ് ഇൻ എനി കൺട്രി. 3 ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ട്. ബിക്കോസ് ഇൻ ദിസ് കേസ് ദർ ഈസ് 16 lakhs. 3 നോട്ട് ലൈബിൾ ടു പേ ടാക്സ് ഇൻ എനി അതർ കൺട്രി. ഇത് അവിടെ പറയുന്നുണ്ട് ക്വസ്റ്റൻ്റെ ഏറ്റവും താഴെ, ഹീസ് നോട്ട് ലൈബിൾ ടു പേ ടാക്സ് ഇൻ കൺട്രി എക്സ്. സോ ഇറ്റ്സ് വെരി ക്ലിയർ. We can apply section 6 subsection 1A. So as per section 6 subsection 1A, Mr. Subhash is a resident, deemed resident, but not ordinary. കാര്യം നമുക്കറിയാം 120 + 365 കാരണം റെസിഡന്റ് ആകുന്ന ആൾക്കാരും സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പ്രകാരം റെസിഡന്റ് ആവുന്ന ആൾക്കാരും എല്ലായ്പ്പോഴും ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ആണല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് സുഭാഷ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇയാളുടെ സ്റ്റാറ്റസ് അൾട്ടിമേറ്റ്ലി സ്റ്റാറ്റസ് ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മിസ് നിഷ ഈസ് എ മാർക്കറ്റിംഗ് മാനേജർ ഇൻ റോസ് ലിമിറ്റഡ്. ഷീ ഗീവ്സ് യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഇൻ ഫോർ പ്രീവിയസ് ഇയർ 25-26. ഇതൊരു ടിപ്പിക്കൽ സാലറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു RTPയിൽ ദിസ് ക്വസ്റ്റ്യൻ ലിറ്റിൽ ബിറ്റ് ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് നല്ല ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇതൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് സാലറിയുടെ. ബേസിക് സാലറി 45,000 പെർ മന്ത്. സോ 45,000 × 12 എടുത്താൽ മതി. DA 10,000 പെർ മന്ത് ആണ്. അതിൻ്റെ 30% ആണ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. അപ്പോൾ 30% ഈസ് ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം 30% ഈസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. DAയുടെ 10,000ൻ്റെ 30%, ദാറ്റ് ഈസ് 3,000 ആണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. ബോണസ് ഓഫ് 1 മന്ത് ബേസിക് സാലറി. ഒരു മാസത്തെ ബേസിക് ബോണസ് ആയിട്ട് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക് 45,000 തന്നെയാണ് ബോണസ്. ഷീ കോൺട്രിബ്യൂട്ട്സ് 18% ഓഫ് ഹർ സാലറി ബേസിക് പ്ലസ് DA towards RPF and company contributes the same amount. So here ശ്രദ്ധിച്ചോണം, ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ബേസിക് പ്ലസ് DAയുടെ 18%. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും സെയിം തന്നെയാണ്. എംപ്ലോയി ഒരേ എമൗണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ റിലവൻ്റ് അല്ല, നമ്മൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ് നോക്കുന്നത്. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 18% ഓഫ് ബേസിക് പ്ലസ് DA ആണ്. പക്ഷേ DA മൊത്തം ഫോമിംഗ് പാർട്ടല്ല, DAയുടെ 30 ഫോമിംഗ് പാർട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എടുക്കണം. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബേസിക്കിൻ്റെ കൂടെ DA കൂടെ ആഡ് ചെയ്യണം. കാരണം ഈ ക്വസ്റ്റനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബേസിക് പ്ലസ് DAയുടെ 18 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് പ്ലസ് DAയുടെ 18% എമൗണ്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ലിമിറ്റ് എങ്ങനെ? ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി കൂട്ടിയിട്ട് അതിൻ്റെ 12% ലിമിറ്റ്. ഇവിടെ ബേസിക് ഉണ്ട്, DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എടുക്കണം, DAയുടെ 30%. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി കിട്ടും. അതിൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ലിമിറ്റ്. ഇവിടെ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഈ 12%ക്കാളും എക്സീഡ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. എക്സീഡ് ചെയ്യുന്നുണ്ടാവും. ആ എക്സസ് നമ്മൾ ടാക്സ് ചെയ്യണം. ഇതൊരു ടിപ്പിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതിൽ പുതുമയൊന്നുമില്ല. മോട്ടോർ കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ. ഞാൻ വീണ്ടും പറയുന്നു, ഈ RPFൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കയറി 18ഉം 12ഉം തമ്മിൽ വ്യത്യാസം 6% നേരിട്ടെടുത്ത് ചെയ്ത് വയ്ക്കരുത്. ഉത്തരം കിട്ടൂല. കാരണം ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ബേസിക് പ്ലസ് ഫുൾ DAയുടെ മണ്ടയ്ക്കാണ് 18. പക്ഷേ നമ്മുടെ ലിമിറ്റ് എടുക്കുമ്പോൾ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് മാത്രമേ എടുക്കൂ. അതുകൊണ്ട് പെർസെൻറ്റേജ് എടുത്താൽ ഉത്തരം കിട്ടില്ല. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഇൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 12% ഓഫ് ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ഇൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിഫറൻസ് എടുക്കുക. എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സസ് ടാക്സ് ചെയ്യുക.
മോട്ടോർ കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ, ഓക്കെ, എംപ്ലോയറുടെ കാർ, ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിന് മുകളിലാണ്. 1 നവംബർ 25 തൊട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. ത്രൂ ഔട്ട് ദ ഇയർ ഇല്ല, നവംബർ തൊട്ട്. അപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 5 മാസമേ ഉള്ളൂ. എന്തിനാണ് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നത്? പാർട്ട്ലി ഒഫീഷ്യൽ, പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസ്. എക്സ്പെൻസ് ആരാ മെറ്റ് ചെയ്യുന്നത്? ഫുൾ എക്സ്പെൻസ് മെറ്റ് ബൈ നിഷ. എംപ്ലോയി ആണ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത്, ഡ്രൈവർ ഇല്ല, സെൽഫ് ഡ്രിവൺ ബൈ എംപ്ലോയി ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാർട്ടാണ് കാർ ഓൺഡ് ഓർ ഹൈഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയി. അപ്പോൾ അതിൽ നമ്മൾ പാർട്ട്ലി ഒഫീഷ്യൽ, പാർട്ട്ലി പ്രൈവറ്റ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് എമൗണ്ട് എങ്ങനെയാണ്? ഇഫ് ദ എഞ്ചിൻ ക്യൂബിക് കപ്പാസിറ്റി ഡസ് നോട്ട് എക്സീഡ് 1.6 ലിറ്റർ 600 പെർ മന്ത്, 600 രൂപ പെർ മന്ത്. എഞ്ചിൻ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റർ എക്സീഡ് ചെയ്യാതിരുന്നാൽ 600 രൂപ പെർ മന്ത്. ഡ്രൈവറും കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ 900 പെർ മന്ത് എക്സ്ട്രാ. ഡ്രൈവർ ഇല്ല ഇവിടെ, സെൽഫ് ഡ്രിവൺ ആണ്. അപ്പോൾ 600 രൂപ പെർ മന്ത് 1.6 ലിറ്ററിന് താഴെയാണെങ്കിൽ 1.6 ലിറ്റർ എക്സീഡ് ചെയ്താലോ 900 പെർ മന്ത്. പിന്നെ ഡ്രൈവറും കൂടെ ഉണ്ടെങ്കിൽ 900 എക്സ്ട്രാ. ഇവിടെ ഡ്രൈവർ ഇല്ലല്ലോ. അപ്പോൾ കാറിൻ്റെ എഞ്ചിൻ ക്യൂബിക് കപ്പാസിറ്റി മോർ ദാൻ 1.6 ലിറ്റർ എന്ന് പറയുന്നുണ്ട്, എക്സീഡ്സ് 1.6 ലിറ്റർ. അപ്പോൾ 900 ഇൻറ്റു 5 മാസത്തേക്ക്, കാരണം നവംബർ തൊട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നവംബർ തൊട്ട് മാർച്ച് വരെ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്രുവരി, മാർച്ച് 5 മാസമേ ഉള്ളൂ. അപ്പോൾ 900 ഇൻറ്റു 5, ഡ്രൈവറെ കൊടുക്കുന്നില്ല, സെൽഫ് ഡ്രിവൺ ആണ്. അപ്പോൾ 900 ഇൻറ്റു 5 അങ്ങ് എടുത്താൽ മതി. അതാണ് ഇവിടുത്തെ മോട്ടോർ കാറിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ, 900 ഇൻറ്റു 5. The company pays medical insurance premium of ₹18,000 to effect insurance on the health of Miss Nisha. നമുക്കറിയാം, എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഡെഫിനിഷനിൽപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനോ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എംപ്ലോയർ കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് എൻ എക്സംപ്റ്റഡ് മെഡിക്കൽ പെർക്വിസിറ്റ് ആണ്. അത് ടാക്സബിൾ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. ഹെർ എംപ്ലോയർ ഗേവ് ഹിം എ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻ മുംബൈ ഫ്രം 1 April 2024. 1 April 2024 എന്ന് പറയുമ്പോൾ 24-25 കഴിഞ്ഞ കൊല്ലം ആണ് ആദ്യമായിട്ട് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സെക്കൻഡ് ഇയർ ആണ്, 25-26 ആണ്. ഹൗസ് വാസ് ടേക്കൺ ഓൺ ലീസ് ബൈ റോസ് ലിമിറ്റഡ്. കമ്പനി അത് ഹയർഡ് ആണ്, ഓൺഡ് ബൈ എംപ്ലോയർ അല്ല. 12,000 വരെ പെർ മന്ത് കമ്പനി വാടക കൊടുക്കുന്നുണ്ട്. ഈ അക്കോമഡേഷന് കഴിഞ്ഞ കൊല്ലത്തെ, അത് ആദ്യമായിട്ട് അക്കോമഡേഷൻ കൊടുത്ത ഇയർ 24-25 ആണല്ലോ, ആ ഇയറിലെ അക്കോമഡേഷൻ്റെ വാല്യൂ 55,000 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് ഇയറിലെ അക്കോമഡേഷൻ നമ്മൾ വാല്യൂ ചെയ്യണം. അക്കോമഡേഷൻ വാല്യൂ ചെയ്യുമ്പം അക്കോമഡേഷൻ ഹയർഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ വാല്യൂഷൻ എങ്ങനെ? എംപ്ലോയിയുടെ സാലറി ഫോർ അക്കോമഡേഷൻ വാല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 10% അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ വിച്ച് എവർ ഈസ് ലോവർ ആണ് പെർക്വിസിറ്റ് ആയിട്ട് എടുക്കേണ്ടത്, കറണ്ട് ഇയറിൻ്റെ അക്കോമഡേഷൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. പക്ഷേ സെയിം അക്കോമഡേഷൻ തന്നെ മൾട്ടിപ്പിൾ ഇയർ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താ റൂള്? ആദ്യമായി അക്കോമഡേഷൻ കൊടുത്ത ഇയറിൻ്റെ വാല്യൂ എടുത്തിട്ട് അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിനോമിനേറ്ററിലും കറണ്ട് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻഡെക്സ് ചെയ്തെടുക്കണം. ആ ഫസ്റ്റ് ഇയറിലെ അക്കോമഡേഷൻ്റെ വാല്യൂവിനെ ഇൻഡെക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കറണ്ട് ഇയറിലെ അക്കോമഡേഷൻ വാല്യൂ ചെയ്യുക. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന ലോവർ ഫിഗർ ആണ് പെർക്വിസിറ്റ് ആയിട്ട് ടാക്സ് ചെയ്യേണ്ടത്. അക്കോമഡേഷൻ്റെ കേസിൽ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയറിലെ അക്കോമഡേഷൻ 55,000 ആണ്. സോ 55,000 ഡിവൈഡഡ് ബൈ 363 ഇൻറ്റു 376. അപ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് ഫസ്റ്റ് ഇയർ അക്കോമഡേഷൻ കിട്ടും. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക, ഇൻഡെക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കറണ്ട് ഇയറിൻ്റെ വാല്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്? കറണ്ട് ഇയറിൻ്റെ സാലറി ഫോർ അക്കോമഡേഷൻ എടുക്കണം. അക്കോമഡേഷൻ്റെ സാലറിയിൽ എന്തൊക്കെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ബേസിക് എടുക്കണം, DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എടുക്കണം, ഫിക്സഡ് കമ്മീഷൻ, പെർസെൻറ്റേജ് കമ്മീഷൻ, ബോണസ്, ഇൻസെൻറ്റീവ്, എക്സ്ഗ്രേഷ്യ, അലവൻസ് ഉണ്ടെങ്കിൽ അലവൻസിൽ നിന്ന് എക്സംഷൻ കുറച്ചിട്ട് മിച്ചം എടുക്കണം. പിന്നെ കറണ്ട് ഇയറിൻ്റെ ലീവ് എൻകാഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര എടുക്കണം. ഇത്രയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക് എടുക്കണം, DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എടുക്കണം, ബോണസ് എടുക്കണം. പിന്നെ ഇതിനകത്ത് വേറെ അലവൻസ് ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര എടുക്കുമ്പോൾ അക്കോമഡേഷൻ്റെ സാലറി കിട്ടും. ആ അക്കോമഡേഷൻ്റെ സാലറിയുടെ 10% കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. റെൻറ്റ് ഒരു മാസം 12,000 കമ്പനി ഹയർ ചെയ്തിരിക്കുന്നത്. 12,000 ഇൻറ്റു 12 1,44,000 ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദിസ് അക്കോമഡേഷൻ. സോ 144 ഓർ 10% ഓഫ് സാലറി ഫോർ അക്കോമഡേഷൻ വാല്യൂഷൻ വിച്ച് എവർ ഈസ് ലോവർ ആണ് കറണ്ട് ഇയറിൻ്റെ അക്കോമഡേഷൻ വാല്യൂ. ഈ കറണ്ട് ഇയറിൻ്റെ വാല്യൂവും ആ 55,000 ഇൻഡെക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഗറും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഇതിൻ്റെ ലോവർ ആണ് അക്കോമഡേഷൻ്റെ വാല്യൂ ആയിട്ട് ടാക്സ് ചെയ്യേണ്ടത്. അതേസമയം ഈ ക്വസ്റ്റ്യനിൽ 24-25 അക്കോമഡേഷൻ്റെ വാല്യൂ തരാതിരുന്നാൽ, അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ്റെ ഡീറ്റെയിൽസ് തരാതിരുന്നാൽ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കറണ്ട് ഇയറിൻ്റെ അക്കോമഡേഷൻ വാല്യൂ ഇതും എടുത്താൽ മതി. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഇയറിൻ്റെ അക്കോമഡേഷൻ്റെ വാല്യൂ തരികയും കറണ്ട് ഇയറിൻ്റെ അക്കോമഡേഷൻ നമ്മൾ വാല്യൂ ചെയ്ത് എടുക്കുകയും ചെയ്യുന്ന കേസിൽ ഇൻഡെക്സ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്ത് ലോവർ തന്നെ എടുക്കണം. അതാണ് അക്കോമഡേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. കൊള്ളാം. നെക്സ്റ്റ്, കമ്പനി ഇൻകേർഡ് എക്സ്പെൻസ് ഓൺ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹർ ഡോട്ടർ എബ്രോഡ് ഇൻക്ലൂഡിംഗ് സ്റ്റേ എക്സ്പെൻസ് ഓഫ് 1.5 ലക്ഷം ആസ് പെർമിറ്റഡ് ബൈ ദി RBI. അപ്പോൾ ഇവിടെ പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എബ്രോഡാണ്, ഔട്ട്സൈഡ് ഇന്ത്യയാണ്. മകളുടെ ട്രീറ്റ്മെൻ്റ് ആണ്, മകൾ എലിജിബിൾ ആണ്, എംപ്ലോയിയുടെ മകൾ ഫാമിലി മെമ്പറിൽ പെടുന്നതാണ്. 1.5 ലക്ഷമാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ്. അത് RBIയുടെ ലിമിറ്റിനുള്ളിലാണെന്ന്.
അപ്പോൾ നമുക്കറിയാം വിദേശ രാജ്യത്തേക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസിന് മുമ്പ് എന്താ റൂള്? എംപ്ലോയറുടെ ചിലവിൽ നിങ്ങൾ വിദേശ രാജ്യത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസിന് പോയി കഴിഞ്ഞാൽ റൂള് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എംപ്ലോയർ എടുത്ത് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ഈ എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം, ഈ പറയുന്ന പെർക്വിസിറ്റ് മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാം വെച്ചിട്ട് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 5 ഹെഡിലെ ഇൻകം ചാപ്റ്റർ 6 ക്ലെയിം ചെയ്യുന്നതിന് മുമ്പുള്ള 5 ഹെഡിലെ ഇൻകം 8 ലക്ഷം രൂപ എക്സീഡ് ചെയ്യാതിരുന്നാൽ അത് അമെൻമെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷം വരെ അത് 2 ലക്ഷം ഒന്നായിരുന്നു. നമ്മുടെ ഈ വർഷം തൊട്ടുള്ള അമെൻമെൻ്റ് ആണ്, അത് 8 ലക്ഷം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ എംപ്ലോയി 8 ലക്ഷം എക്സീഡ് ചെയ്യാതിരുന്നാൽ ടു ആൻഡ് ഫ്രോ ട്രാവലിംഗ് എക്സ്പെൻസ് എക്സംപ്റ്റ് ചെയ്യും. പക്ഷേ ഗ്രോസ് ടോട്ടൽ ഇൻകം 8 ലക്ഷം എക്സീഡ് ചെയ്താൽ ട്രാവലിംഗ് എക്സ്പെൻസ് ടാക്സ് ചെയ്യും. ഇതാണ് റൂള് പറയുന്നത്, പ്രൊവിഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പെർക്വിസിറ്റ് ചെയ്യണമെങ്കിലേ ബാക്കിയുള്ള എല്ലാം ചെയ്യണം. സാലറി മൊത്തം കമ്പ്യൂട്ട് ചെയ്ത് എടുത്താലല്ലേ അറിയാൻ പറ്റുള്ളൂ ഗ്രോസ് ടോട്ടൽ 8 ലക്ഷം കഴിയുന്നുണ്ടോ ഇല്ലെന്ന്. അത് 8 ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. ഈ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന 1,80,000 രൂപയാണ് ട്രാവലിംഗ് എക്സ്പെൻസ്. ആ 80,000 ട്രാവലിംഗ് എക്സ്പെൻസ് ടാക്സ് ചെയ്യാം. പക്ഷേ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈ കേസിൽ സാലറി മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന സാലറി ഇൻകം 8 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഈ ട്രാവലിംഗ് എക്സ്പെൻസ് ഒഴിവാക്കാം. മറ്റേ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം അവിടുത്തെ സ്റ്റേ എക്സ്പെൻസും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസും RBIയുടെ ലിമിറ്റിനുള്ളിലാണെങ്കിൽ എക്സംപ്റ്റ് ആണ്. അവിടെ അവർ പറയുന്നത് കൃത്യമായിട്ട് RBIയുടെ ലിമിറ്റിനുള്ളിലാണ്. അപ്പോൾ അത് എക്സംപ്റ്റ് ചെയ്ത് പോയി. ആ 1,50,000 എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഈ 80,000 ട്രാവലിംഗ് എക്സ്പെൻസ് ടാക്സിന് വേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ സാലറി കംപ്ലീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം വെച്ച് സാലറി ചെയ്ത് നോക്കണം. അന്നേരം അത് 8 ലക്ഷത്തിൻ്റെ മുകളിൽ പോകുന്ന. ഇവിടെ സാലറി മാത്രം ചെയ്യണമെന്നല്ല, ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എടുക്കണം, PGP ഉണ്ടെങ്കിൽ PGP എടുക്കണം, ക്യാപ്ലിംഗൻ ഉണ്ടെങ്കിൽ ക്യാപ്ലിംഗൻ എടുക്കണം. ഈ ക്വസ്റ്റനിൽ സാലറി മാത്രം ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് ഇവരുടെ GTI. അതുകൊണ്ടാണ് സാലറി മാത്രം ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ വെച്ച് നമുക്ക് സാലറി കമ്പ്യൂട്ട് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സൊല്യൂഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ ചെയ്തിരിക്കണേ നോക്കാം. ബേസിക് സാലറി 540 വരും. 40,000 വെച്ച് 12 മാസത്തേക്ക്. DA 1,20,000 വരും. ബോണസ് ഒരു മാസത്തെ ബേസിക് ബോണസ് എന്ന് പറഞ്ഞു 45,000 ബേസിക്. അപ്പോൾ അതിൻ്റെ ബോണസ് വന്നു. എംപ്ലോയർ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ടു RPF 18% ഓഫ് ബേസിക് പ്ലസ് ഫുൾ DA ആണ്. അപ്പോൾ ഫുൾ DA പ്ലസ് ബേസിക്കിൻ്റെ നമ്മുടെ 18% എടുത്തപ്പോൾ കിട്ടിയ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് വരുന്നു നോക്കുക. ദാറ്റ് ഈസ് 1,18,800 ആക്ച്വൽ കോൺട്രിബ്യൂഷൻ. ലിമിറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ബേസിക് പ്ലസ് DA ഫോമിംഗ് ബട്ട് ഓഫ് സാലറിയുടെ പിന്നെ പെർസെൻറ്റേജ് കമ്മീഷൻ ഉണ്ടെങ്കിൽ അതും എടുക്കണം. ബട്ട് ഈ ക്വസ്റ്റനിൽ പെർസെൻറ്റേജ് കമ്മീഷൻ ഇല്ല. അതുകൊണ്ട് ബേസിക് പ്ലസ് DA ഫോമിംഗ് ബട്ട് ഓഫ് സാലറിയുടെ 12% കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് വന്ന എമൗണ്ട് വെറും 69,120 രൂപയാണ്. അപ്പോൾ 69,120 ഈസ് ദ എക്സംഷൻ ലിമിറ്റ് അപ് ടു വിച്ച് വിത്തൗട്ട് എനി ടാക്സ് contribution to RPF can be made. That is 69,120. But here the actual contribution is more than that. So excess is taxable ആണ്. 49,680 ആണ് excess. That is taxable. ഇനി പെർക്വിസിറ്റ് കാറ് നവംബർ തൊട്ട് മാർച്ച് വരെ 5 മാസത്തേക്ക് 900 പെർ മന്ത് വെച്ചിട്ട് കാർ എടുത്തു. സെൽഫ് ഡ്രിവൻ ആയതുകൊണ്ടാണ് 900. ഡ്രൈവറും കൂടെ പിന്നെ കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും ഒരു 900 എക്സ്ട്രാ എടുത്തേനെ. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അത് ടാക്സബിൾ അല്ല. പിന്നുള്ളത് എന്താ? നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അക്കോമഡേഷൻ എടുത്ത് ഇൻഡെക്സ് ചെയ്യുമ്പോഴേ 55,000 ഇൻഡെക്സ് ചെയ്യുമ്പം 56,970 എന്നാണ് വരുന്നത്. കറണ്ട് ഇയറിൻ്റെ അക്കോമഡേഷൻ വാല്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ എടുക്കും? ബേസിക് എടുക്കും, DA ഫോമിംഗ് ബട്ട് ഓഫ് സാലറി, പിന്നെ ബോണസ് എടുക്കണം, പിന്നെ ഇത്രയേ ഉള്ളൂ അതിനകത്ത് എടുക്കാൻ. അപ്പോൾ അതിൻ്റെ 10% ഓർ ആക്ച്വൽ റെൻ്റ് 1,44,000 വിച്ച് എവർ ഈസ് ലോവർ. അതിൻ്റെ ലോവർ എടുക്കുമ്പോൾ വരുന്നത് 62,100 ആണ്. അവിടെ വരുന്ന കറണ്ട് ഇയറിൻ്റെ അക്കോമഡേഷൻ്റെ വാല്യൂ 62,100 ആണ്. ഇത് കമ്പയർഡ് ടു ഫസ്റ്റ് ഇയറിൽ അക്കോമഡേഷൻ്റെ വാല്യൂന് ഇൻഡെക്സ് എടുക്കുന്ന ഫിഗറോട്ട് കമ്പയർ ചെയ്ത് ലോവർ എടുക്കണം. അത് ഇൻഡെക്സ് ചെയ്തപ്പോൾ 56,970. അപ്പോൾ കറണ്ട് ഇയറിൻ്റെ വാല്യൂ ഓഫ് അക്കോമഡേഷൻ വാല്യൂഡ് 62,100, ഇൻഡെക്സ് ചെയ്ത വാല്യൂ 56,970, വിച്ച് എവർ ഇസ് ലോവർ എടുക്കാവൂ. അപ്പോൾ 56,970 ഇസ് ദ ടാക്സബിൾ അക്കോമഡേഷൻ. പിന്നെ മെഡിക്കൽ എക്സ്പെൻസ് വിദേശ രാജ്യത്ത് ചിലവായത് RBIയുടെ ലിമിറ്റിനുള്ളിലുള്ളത് എക്സംപ്റ്റ് ചെയ്തു. മറ്റത് ടാക്സ് ചെയ്യണമെങ്കിൽ ഇൻകം കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ അത് എടുക്കണോ വേണ്ടി തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് പെൻഡിങ് വെച്ചു. ഗ്രോസ് സാലറി കണ്ടുപിടിച്ചപ്പം 8,16,150 വന്നു. ഇയാൾ ഓപ്റ്റ് ഔട്ടാണ്, ഡിഫോൾട്ട് അല്ല. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറച്ചു. അപ്പോൾ ഇൻകം ഫ്രം സാലറി 766,150 ആണ്. ഇത് തന്നെയാണ് ഇയാളുടെ GTI. 766,150 എന്ന് പറയുന്നതിനാണ് GTI. കാരണം ഇവിടെ സാലറി മാത്രമേ ഉള്ളൂ, ഹൗസ് പ്രോപ്പർട്ടി ഇല്ല, PGP ഇല്ല, ക്യാപിറ്റൽ ഇല്ല, FOs ഇല്ല. അപ്പോൾ ഈ 76,150 എന്ന് പറയുമ്പോൾ 766,150 എന്ന് പറയുമ്പോൾ 8 താഴെയാണ്, 8 ലക്ഷം എക്സീഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ ദ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ഓഫ് 80,000 ഈസ് എക്സംപ്റ്റഡ്. അപ്പോൾ ഇവിടെ ഈ ചെയ്തു വന്ന ഉത്തരം 8 ലക്ഷത്തിൻ്റെ മുകളിൽ വന്നിരുന്നെങ്കിലോ നമ്മൾ ആ 80,000 മൊത്തം ടാക്സ് ചെയ്തേനെ, മുകളിൽ എടുത്തേനെ. അപ്പം ആ 80 കൂടെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ഫൈനൽ ആൻസർ ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടാക്സബിൾ ആയിട്ട് വരുന്നില്ല. ബിക്കോസ് പിന്നെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം 8 ലക്ഷം ക്രോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പോൾ 766,150 തന്നെയാണ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ അവിടെ റീസൺ നമ്മൾ എഴുതണം. ട്രാവൽ എക്സ്പെൻസ് ഓഫ് 80,000 ഇൻകേർഡ് ബൈ എംപ്ലോയർ ഓൺ ഫോറിൻ ട്രാവൽ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്
would be exempt since Miss Nisha's gross total income before including such a traveling expense does not exceed 8 lakhs. ഓക്കെ, സോ ഇതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ടിപ്പിക്കൽ സാലറിയാണ്. ഇതിനകത്ത് ഈ ഒരു 8 ലക്ഷം എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ടാക്സ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു പോയിന്റ്, ദാറ്റ് ഈസ് എ വെരി നൈസ് പോയിന്റ്. നല്ലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം മിക്കവാറും കുട്ടികൾ അത് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാക്കുക, ഈ ഒരു ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തുകൊണ്ട് സാലറി കമ്പ്യൂട്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുക, HP ഉണ്ടെങ്കിൽ HP എടുക്കുക, PGP എടുക്കുക, ക്യാപിറ്റൽ ഗെയിൻ എടുക്കുക, IFOs എടുക്കുക, ക്ലബിങ് സെറ്റ് ഓഫ് നടത്തുക. ചാപ്റ്റർ 6 മാത്രം കുറയ്ക്കരുത്. അതാണ് GTA. ആ GTA 8 മുകളിൽ പോയാൽ തിരിച്ചു വന്നിട്ട് ഈ ട്രാവലിംഗ് എക്സ്പെൻസ് എടുത്ത സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്ത് വീണ്ടും സാലറി റീകാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ നേരെ പോവുക, കമ്പ്യൂട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതിനു വേണ്ടി മാത്രം നമ്മൾ ചെയ്ത് നോക്കണം. സാലറി ഇത് മാറ്റി നിർത്തിയിട്ട് 8 മുകളിൽ പോകുന്നുണ്ടോയെന്ന് അറിയാം. ഓക്കെ, ദാറ്റ് ഈസ് എ നൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്. മാത്രമല്ല ആ ലിമിറ്റ് അമെൻമെൻ്റ് ആണെന്ന് ആലോചിക്കണം. കഴിഞ്ഞ വർഷം വരെ 2 lakh ആയിരുന്നു ലിമിറ്റ് ടു ആൻഡ് ഫ്രോ ട്രാവലിംഗ് എക്സ്പെൻസ് ടാക്സ് ചെയ്യാൻ. അപ്പോൾ അതിപ്പോൾ മാറ്റിയിട്ട് 8 ലക്ഷം ആക്കിയിട്ടുണ്ട്. ഇതൊരു ടിപ്പിക്കൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 1-2 വെറൈറ്റി അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിൽ കാണുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. മിസ്റ്റർ വിപുൽ ഫർണിഷ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫോർ ദ പ്രീവിയസ് 25-26. അപ്പോൾ എന്താണ് പറയുന്നത്? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസിനൊരു പ്രത്യേകതയുണ്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ. എന്താണ്? ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് വേറെ ഒരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ഡിഫോൾട്ട് ആണെങ്കിൽ. ഓപ്റ്റ് ഔട്ടുകാർക്കാണെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. അത് മാക്സിമം ഹൗസ് പ്രോപ്പർട്ടി ലോസും മറ്റ് ഹെഡുകളുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ റെസ്ട്രിക്റ്റഡ് ടു 2 ലക്ഷം. ഓക്കെ, ഇനി പിന്നെ എന്താ? പിന്നുള്ളത് ഡിഫോൾട്ട് ആണെങ്കിൽ സെൽഫ് ഓക്കുപ്പൈഡ് ലോസ് പറ്റത്തേയില്ല. ഓപ്റ്റ് ഔട്ടിൽ സെൽഫ് ഓക്കുപ്പൈഡ് എടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അസസി ഡിഫോൾട്ട് ആണോ ഓപ്റ്റ് ഔട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ പറയുന്നത് കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ വിപുൽ ആസ് പെർ ഓപ്ഷണൽ ടാക്സ് റെജിം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ലോസസ് വിച്ച് ക്യാൻ ബി ക്യാരി ഫോർവേഡ് എന്നാണ് ചോദ്യം. ഇയാൾ ഓപ്ഷണൽ ടാക്സ് റെജിം എന്ന് പറയുമ്പോൾ ഓപ്റ്റ് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് HP ലോസ് സെറ്റ് ഓഫ് ചെയ്യാം വേറെ ഹെഡുകളുമായിട്ട്. പക്ഷേ ഇവിടുത്തെ HP ലോസ് 260 ഉണ്ട്. ഓർത്തോണം, മാക്സിമം 2 ലക്ഷം വരെ മാത്രമേ ഹൗസ് പ്രോപ്പർട്ടി ലോസ് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. എക്സസ് വരുന്ന ക്യാരി ഓവർ ചെയ്യേണ്ടി വരും. ഇവിടെ 260 HP ലോസ്. നമുക്ക് 2 ലക്ഷത്തിനടുത്ത് വേറെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. സാലറി ഉണ്ടെങ്കിൽ സാലറിയോട് സെറ്റ് ഓഫ് ചെയ്യാം, അല്ല മറ്റ് ഹെഡുകളുടെ ഇൻകം ആണെങ്കിൽ അതുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാം. കാരണം ഹൗസ് പ്രോപ്പർട്ടി ലോസ് വേറെ ഏത് ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ 260 അവിടെ ഇരിക്കട്ടെ. 2 ലക്ഷം നമുക്ക് വേറെ ഇത് ലോസ് ആണെന്ന് ആലോചിക്കണം, വേറെ ഹെഡോട് സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കി 60 എന്തായാലും ക്യാരി ഓവർ ഉറപ്പിക്കാം. 60,000 ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഇപ്പോൾ തന്നെ പറയാം, ക്യാരി ഫോർവേഡ്. ഇൻകം ഫ്രം ബിസിനസ് 860 ഉണ്ട്. അപ്പോൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താ? ബിസിനസ്സിൻ്റെ 860, പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. പിന്നുള്ളത് ഇൻകം ഫ്രം കാർഡ് ഗെയിം, IFOസിലെ കാഷ്വൽ ഇൻകം ആണ്. കാഷ്വൽ ഇൻകത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, വേറെ ഒരു ലോസും അതിൻ്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാഷ്വൽ ഇൻകം IFOസിൽ നേരെ കാർഡ് ഗെയിം എന്നും പറഞ്ഞ് 1,02,500 സ്ട്രൈറ്റ് അവേ എടുത്ത് എഴുതാം. കാരണം അതിൻ്റെ വലിയ ഒന്നും സെറ്റ് ഓഫ് ചെയ്യാനില്ല. ലോസ് ഫ്രം ബെറ്റിംഗ് നമുക്കറിയാം ഒരിക്കലും കിട്ടില്ല. ലോസ് ഓൺ ബെറ്റിംഗ്, ലോസ് ഓൺ ഗാംബ്ലിംഗ്, കാഷ്വൽ ലോസസ് ആർ പ്രൊഹിബിറ്റഡ്, ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് അത് വേണ്ടെടുത്ത് പള്ളേ കളയുക. എക്സ്പെൻസ് ഓൺ ലോട്ടറി ഇൻകം ചുമ്മാ നമ്മളെ തെറ്റിക്കാൻ തന്നിരിക്കുകയാണ്. നമുക്കറിയാം ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിം തുടങ്ങിയ കാഷ്വൽ ഇൻകത്തിനനുസരിച്ച് 5ൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റില്ല. ആ ടിക്കറ്റ് എടുത്ത പൈസ പോലും കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ എക്സ്പെൻസ് ഓൺ ലോട്ടറി ഈസ് ടോട്ടലി ഇറിലവൻറ്റ്, നമുക്ക് വേണ്ട. അപ്പം 5ാമത്തെ 6ാമത്തെയും പോയിന്റ് ടോട്ടലി വേണ്ട, നമ്മളെ തെറ്റിക്കാൻ തന്നിരിക്കുന്നതാണ്. ഇൻകം ഫ്രം ലോട്ടറി ഇൻകം 38,500 കാഷ്വൽ ഇൻകം ആണ്. നെറ്റ് ഓഫ് TDS ആണ്. അപ്പോൾ ഗ്രോസ് അപ്പ് ചെയ്യണം. 38,500 രൂപ എന്ന് പറയുന്നത് 30% TDS കഴിഞ്ഞിട്ടുള്ളതാണ്. സോ 38,500 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100 ഇട്ടാൽ ഗ്രോസ് ആവും. 55,000 ലോട്ടറി ഇൻകത്തിൻ്റെ ഗ്രോസ്. അപ്പം മറ്റത് കാർഡ് ഗെയിമിൽ ഗ്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഗ്രോസ് അപ്പ് ചെയ്യേണ്ട 1,02,500. ബട്ട് ദിസ് വൺ ഈസ് നെറ്റ്. അപ്പോൾ അത് ഗ്രോസ് അപ്പ് ചെയ്ത് ഇത് രണ്ടിനെയും കയ്യോടെ എടുത്ത് IFOസിലങ്ങ് വെച്ചോ. കാരണം ഇതിന് ഒരു സെറ്റ് ഓഫും ഇല്ല, ഇതിൻ്റെ കൂടെ ഒരു ലോസും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത് നേരെ എടുത്ത് ഔട്ടർ കോളത്തിൽ വെച്ചോ. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടേ, സെറ്റ് ഓഫ് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. മൊത്തം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം. ബിസിനസ് ഇൻകം ഉണ്ട്. ലോസ് ഫ്രം ദി ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ക്യാമൽസ് ഫോർ റൈസസ്. ഇതൊരു ഒരു ഒരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് കുതിരപ്പന്തയത്തിന് വേണ്ടിയുള്ള കുതിരയെ വളർത്തുന്ന പ്രവൃത്തിയിലെ നഷ്ടത്തിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ക്യാമൽസ് ഫോർ ക്യാമൽ റൈസസ് അത് പറയുന്നില്ല. അവിടെ ഹോഴ്സ് റൈസ് എന്നേ പറയുന്നുള്ളൂ. കുതിരയും ഒട്ടകവും ഒന്നല്ല. കുറേ പഠിച്ച് കൺഫ്യൂഷൻ ആകുമ്പോൾ രണ്ടും ഒന്നാണ്ടൊക്കെ തോന്നും. പെട്ടെന്ന് ക്യാമൽ എന്ന് വായിക്കുമ്പോൾ കുതിരയൊക്കെ ഓർമ്മ വരും. യു ഷുഡ് ബി വെരി കെയർഫുൾ. കുതിര വേറെ, ഒട്ടകം വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒട്ടകത്തിനെ വളർത്തുന്ന ആക്ടിവിറ്റി അപ്പോൾ എന്താ സാറേ? അത് IFOs ആണോ? റിമെമ്പർ, IFOസിനകത്ത് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സസ് ഫോർ ഹോഴ്സ് റൈസ് എന്ന് എടുത്ത് പറയുന്നത് കൊണ്ട്
ഈ ഒട്ടക റൈസിന് വേണ്ടി ഒട്ടകത്തിനെ വളർത്തുന്ന പ്രവൃത്തിയിലെ നഷ്ടം ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ലൈക്ക് എ ബിസിനസ് ആക്ടിവിറ്റി. അതിനെ ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. അതിനെ ഒരിക്കലും IFOസിലെ ഒരു ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഹോഴ്സ് റൈസിൻ്റെ ആ ഹോഴ്സിൻ്റെ ലോസ് ആയിട്ട് ഇതിനെ കരുതണ്ട. ഇത് ക്യാമലാണ്. അതുകൊണ്ട് ഇതിനെ PGBPക്കകത്ത് ലോസ് ആയിട്ട് കാണിക്കുക. എന്നിട്ട് ഈ ലോസിനെടുത്ത് നമ്മുടെ PGP ഇൻകോട്ട് പിടിച്ചങ്ങ് സെറ്റ് ഓഫ് ചെയ്യുക. 8,60,000 PGP ഇൻകോമായിട്ട് ഈ പറഞ്ഞ ക്യാമൽസിൻ്റെ 20,000 ലോസിനെ പിടിച്ച് സെറ്റ് ഓഫ് ചെയ്യുക. എന്തായാലും ഇത് ഹോഴ്സ് റൈസിൻ്റെ പിന്നെ വേണ്ടിയുള്ള ഹോഴ്സിൻ്റെ ലോസ് അല്ല. അത് കാരണം ആ റൂളൊന്നും ഇതിന് ബാധകമല്ല. കാര്യം ഓണിങ് ആൻഡ് മെയിൻറ്റെയിൻ റൈസ് ഹോഴ്സ് ആണെങ്കിൽ എന്താ പ്രശ്നം? അത് 4 കൊല്ലേ കാര്യം അറിയാൻ പറ്റുള്ളൂ. അത് വേറെ ഒന്നിൻ്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സെയിം ആക്ടിവിറ്റിയുടെ ഇൻകം ആയിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റൂളൊന്നും ഇവിടെ വേണ്ട, നോക്കണ്ട. കാര്യം ഇത് ഒട്ടകമാണ്, കുതിര വേറെ ഒട്ടകം വേറെ. അതുകൊണ്ട് ധൈര്യമായിട്ട് PGPയുടെ സെറ്റ് ഓഫ് ചെയ്യുക. ഈ 20,000 എടുത്ത് നമ്മൾ ഈ പറഞ്ഞ 860 PGPയുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ഇൻകം ഫ്രം ദ ഓണിങ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻ റൈസ് ഹോഴ്സ് അത് വേറെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് ലോസ് ക്യാൻ സെറ്റ് ഓഫ് ഓൺലി അഗൈൻ. ഇത് ഇൻകമാണ്. അപ്പം പിന്നെ പ്രശ്നമല്ല, IFOസ് ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി. ഇത് ലോസ് അല്ല, ഇൻകമാണ്. ഓണിങ് ആൻഡ് മെയിൻ റൈസ് ഹോഴ്സ് ഇത് ലോസ് ആയിരുന്നെങ്കിൽ വേറെ ഒന്നിനോടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, സെയിം ഓട്ടേ പറ്റുള്ളൂ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. പിന്നെ ഇൻകം ഓഫ് മൈനർ ഡോട്ടർ റിയ ഫ്രം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോർ ടെലിവിഷൻ സീരീസ് 15,000. ഇത് ക്ലബിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. മൈനറിൻ്റെ ഇൻകത്തിന് പാരൻസിൻ്റെ ഇൻകത്തിൽ ആരുടെ ടോട്ടൽ ഇൻകം ഹയർ അതിനോട് ക്ലബ് ചെയ്യണമെന്നാണ് റൂള്. പക്ഷേ മൈനറിൻ്റെ ടാലൻറ്റ്, സ്കില്ല്, നോളജ്, മാനുവൽ വർക്ക് കൊണ്ട് കിട്ടുന്ന ഇൻകത്തിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല, ക്ലബ് ചെയ്യാൻ പാടില്ല. ഇത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നാണ്. വഴിയെ വരണവനും പോകണമെന്നൊന്നും സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല. അതൊരു ടാലൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ടാലൻറ്റ് ഇൻകമാണ്, കുട്ടിയുടെ ഇൻകമാണ്. അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ക്ലബ് ചെയ്യാൻ പറ്റൂല, നോ ക്ലബിങ്. അപ്പോൾ നമ്മുടെ നോട്ട് എഴുതണം, ഇറ്റ് കനോട്ട് ബി ക്ലബ്ഡ്. അപ്പോൾ ഇവിടെ ഇൻകത്തിൽ എടുക്കണ്ട. ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് മൈനർ സൺ സൗരഭ് ഹു സഫേഴ്സ് ഫ്രം ഡിസബിലിറ്റി സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 80U. ദാറ്റ് ഈസ് ഓൾസോ അനദർ എക്സെപ്ഷൻ ഓഫ് ക്ലബിംഗ് ഓഫ് മൈനേഴ്സ് ഇൻകം. അതും പഠിച്ചിട്ടുള്ളതാണ്. മൈനർ ചൈൽഡ് സഫറിംഗ് ഫ്രം എനി ഓഫ് ദ ഡിസബിലിറ്റി മെൻഷൻഡ് അണ്ടർ സെക്ഷൻ 80U ആണെങ്കിൽ ആ മൈനറിൻ്റെ ഇൻകത്തിനെ ക്ലബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതും ക്ലബ് ചെയ്യേണ്ട. മറ്റത് ടാലൻ്റ് ആയതുകൊണ്ട് ക്ലബ് ചെയ്യുന്നില്ല. ഇത് പിന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യുന്നില്ല. രണ്ടും നിയമത്തിൽ ക്ലബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ക്ലബിംഗ് എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല. ഇത് രണ്ടും എടുക്കണ്ട. ഇനി എന്താ? ബ്രോഡ് ഫോർവേഡ് ലോസ് ആണ്. ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് ലോസ് പെർട്ടനിങ് ടു അസസ്മെൻറ്റ് ഇയർ 14-15 എന്നാണ് പറയുന്നത്. ഈ ടൈം പീരീഡൊക്കെ ആലോചിക്കണം കേട്ടോ, പെട്ടെന്ന് കത്തണം. ഈ അസസ്മെൻറ്റ് ഒരു 14-15 എന്നൊക്കെ പറഞ്ഞ് എത്ര പഴയ ലോസാണ്. നമുക്ക് ഒരു ലോസ് മാക്സിമം ബിസിനസ് ലോസ് 8 കൊല്ലമേ കാര്യം അറിയാൻ പറ്റുള്ളൂ. ഇവിടെ 8 കൊല്ലമൊക്കെ കഴിഞ്ഞ് അസസ്മെൻറ്റ് ഒരു 14-15 8 കൊല്ലം എന്നേ കഴിഞ്ഞ്. അപ്പോൾ അത് എക്സ്പയർ ആയ ലോസാണ്, അത് മരിച്ച ലോസാണ്, അത് എടുക്കല്. ആ 7,000 ഈസ് ഓൾറെഡി എക്സ്പയർഡ് ആയി. സോ ഡു നോട്ട് ടേക്ക്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് പെർട്ടനിങ് ടു അസസ്മെൻറ്റ് ഇയർ 17-18. അസസ്മെൻറ്റ് ഇയർ 17-18 ക്യാപിറ്റൽ ലോസ് ആണ്. അസസ്മെൻറ്റ് ഇയർ 17-18 ലോസ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് 8 കൊല്ലമാണ്. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ 18-19, 19-20, 20-21, 21-22, 22-23, 23-24, 25-25, അസസ്മെൻറ്റ് ഇയർ 25-26. ദ അസസ്മെൻറ്റ് ഇയർ 25-26 കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്ന അസസ്മെൻറ്റ് ഇയർ 26-27 ആണ് എക്സ്പയർ. അതും എടുക്കാൻ പറ്റില്ല, ആ ക്യാപിറ്റൽ ലോസും എടുക്കാൻ പറ്റില്ല, ഗോൺ. പിന്നുള്ള എന്നാ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് പെർട്ടനിങ് ടു അസസ്മെൻറ്റ് 18-19. ദാറ്റ് ഈസ് ഓക്കെ. 18-19 ആണ്. അപ്പോൾ ഇത് 8ാമത്തെ കൊല്ലം ആവുന്നേ ഉള്ളൂ, അതെടുക്കാം. ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എടുത്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാണ് ചോദിക്കുന്നത്. ആസ് പെർ ഓപ്ഷണൽ ടാക്സ് ഓപ്റ്റ് ഔട്ട് ആണ്. എന്നിട്ട് ലോസ് ഏതൊക്കെ ക്യാരി ഓവർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ക്യാരി ഓവർ ചെയ്യാൻ ഒരേ ഒരു ലോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു ബാക്കി 60,000 മാത്രമേ ക്യാരി ഓവർ ചെയ്യാൻ വരുള്ളൂ എന്ന് തോന്നുന്നത്. വേറൊന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നൗ വി ക്യാൻ ചെക്ക് ദ സൊല്യൂഷൻ. പോയിന്റുകൾ ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, PGP 860 കൂടെ ആ പറയുന്ന ക്യാമലിൻ്റെ നഷ്ടത്തിനെ കൊണ്ടുവന്ന് സെറ്റ് ഓഫ് ചെയ്തു. മിച്ചം വന്നതിൻ്റെ കൂടെ, കാരണം അത് ഇൻ്റർ സോഴ്സ് ചെയ്തിട്ടല്ലേ ഇൻ്റർ ഹെഡ് ചെയ്യാവൂ. അപ്പം ക്യാമൽസിൻ്റെ നഷ്ടത്തിനെ PGBPയിലെ നഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണല്ലോ ഞാൻ പറഞ്ഞേ. അപ്പം PGBPക്കകത്തുള്ള നഷ്ടത്തിന് സെറ്റ് ഓഫ് ചെയ്തിട്ടില്ലേ വേറെ ഹെഡ് എടുക്കാവൂ. അപ്പോൾ ഇൻ്റർ സോഴ്സ് കഴിഞ്ഞിട്ട് ഇൻ്റർ ഹെഡ് ചെയ്യാവൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ക്യാമലിൻ്റെ ഓണിങ് ആൻഡ് മെയിൻ്റെയിനും ക്യാമൽ റൈസിൻ്റെ ക്യാമലിൻ്റെ നഷ്ടത്തിന് 20,000 കൊണ്ടുവന്ന് കറണ്ട് ഇയറിലെ PGP 860 സെറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻ്റർ ഹെഡ് ചെയ്തു. ഹൗസ് പ്രോപ്പർട്ടി മാക്സിമം 2 ലക്ഷം പാടുള്ളതുകൊണ്ട് 2 ലക്ഷം സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി 60 ക്യാരി ഓവർ ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കേസിൽ ഹൗസ് പ്രോപ്പർട്ടി ലോസിനെ PGBPയുടെ കൂടെ തന്നെ സെറ്റ് ഓഫ് ചെയ്യണം നിർബന്ധമില്ല. കാരണം HP ലോസ് നമുക്ക് ഏത് ഹെഡുമായിട്ടാണോ പറ്റും. ക്യാഷ്വൽ ഇൻകത്തിനൂടെ പറ്റത്തില്ല, ബ്ലാക്ക് മണിയുടെ കൂടെ പറ്റത്തില്ല, ബാക്കി ഏത് ഇൻകത്തിനൂടെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ലിങ്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിനുമായിട്ട് വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ നമ്മൾ PGBPയോടെ ചെയ്തു, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അത് ഉത്തരം കറക്റ്റാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ നെറ്റ് PGBP 6,40,000 നെറ്റ് PGP വരും.
മറ്റേ ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ലോസിൻ്റെ കാര്യത്തിൽ നമ്മൾ കാര്യം പറയണം. അത് 8 കൊല്ലം കഴിഞ്ഞ് അവനാണ് അത് എടുക്കാത്ത എന്നുള്ള കാര്യം പറയണം. അപ്പോൾ PGBP 640 ക്വസ്റ്റ്യനിൽ സാലറി ഇല്ല. അപ്പോൾ PGBP HP തമ്മിൽ ചെയ്ത് നെറ്റ് 640. ഇനി ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 199,800 ഉണ്ട്. നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ വേണമെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോട് വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 100 സെക്ഷൻ 111 STT പേജ് എന്ന 111യുടെ പ്രത്യേകത അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 20% ആണ്. എന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 12.5% ഉള്ളൂ. അപ്പം കൂടുതൽ റേറ്റ് ഓഫ് ടാക്സ് ഉള്ളത് 111 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേമിന് ഇവിടെ റേറ്റ് ഓഫ് ടാക്സ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ തന്നെ സെറ്റ് ഓഫ് ചെയ്തതിൻ്റെ റീസൺ. അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിൻ്റെ കൂടെയും ചെയ്യാം. പക്ഷേ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഷോർട്ട് ടേമിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് കൂടുതലാണ്. ഈ ഷോർട്ട് ടേമിൻ്റെ 111യുടെ കാരണം 20% ആണ്. മറ്റേ ലോങ് ടേം 112 ആണെങ്കിലും സാധാരണ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും 12.5 ആണ്. കാരണം ഹയസ്റ്റ് റേറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 111 ആണ് 20. സോ അത് കുറയ്ക്കുന്നതാണ് നല്ലത്. ദാറ്റ് ഈസ് വൈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഇതിനോട് സെറ്റ് ഓഫ് ചെയ്തു ബ്രോഡ് ഫോർവേഡ്. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു. അതിൻ്റെ കൂടെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. റീസൺ അതും 8 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ട് അപ്പോൾ 25,000 രൂപയാണ് ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,09,600 വരും. IFOs എടുത്തു, കാർഡ് ഗെയിം, പിന്നെ ലോട്ടറി ഗ്രോസപ്പ് ചെയ്തു. എക്സ്പെൻസ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല, ബട്ട് ജസ്റ്റ് TDS ഗ്രോസപ്പ് ചെയ്തു. പിന്നെ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സിൻ്റെ ഇൻകം തന്നിട്ടുണ്ട് 97,800, അതെടുത്തു. പിന്നെ മൈനർ ഡോട്ടറിൻ്റെ ക്ലബ് ചെയ്യേണ്ട റീസൺ പറഞ്ഞു. ആ രണ്ടിനും റീസൺ നമ്മൾ പറയുക. ഗ്രോസ് ടോട്ടൽ ഇൻകം 10,29,900 രൂപ. ക്വസ്റ്റിന് ചോദിക്കുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകമും ലോസസ് ഏതൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നാണ്. ഹൗസ് പ്രോപ്പർട്ടി ലോസ് മാത്രമേ ഉള്ളൂ ക്യാരി ഫോർവേഡ് 60,000. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്കി ഗ്രോസ് ടോട്ടൽ ഇൻകം 10,29,300. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റനിൽ എന്താണ് വെറൈറ്റി? ഭയങ്കര വെറൈറ്റി എന്നൊന്നും പറയാനില്ല. 2 കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് പറയാം. ഒന്ന്, ഒട്ടകത്തിൻ്റെ പന്തയത്തിന് വേണ്ടിയുള്ള ഒട്ടകത്തിനെ വളർത്തുന്ന ആക്ടിവിറ്റി ഒരിക്കലും അത് ഒരു IFOs ആക്ടിവിറ്റി അല്ല. ദാറ്റ് വിൽ ബി ജനറലി റിക്കഗ്നൈസ്. അത് ഒരു ഓർഗനൈസ്ഡ് മാനറിൽ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ദ ക്യാരക്ടർ ഓഫ് എ ബിസിനസ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ BGBയിൽ കൊണ്ടുവരാം, സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, പ്രശ്നമില്ല. അതേസമയം ഹോഴ്സ് റേസ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓണിങ് ആൻഡ് മെയിൻറ്റെയിൻ റേസോഴ്സ് ലോസ് ആയിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു വെറൈറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ ക്വസ്റ്റനിൽ കറണ്ട് ഇയറിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ബ്രോഡ് ഫോർവേഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബ്രോഡ് ഫോർവേഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിനെ കറണ്ട് ഇയറിൻ്റെ ലോങ് ടേം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തില്ല, നേരെ കൊണ്ടുവന്ന് ഷോർട്ട് ടേം ആയിട്ട് തന്നെ ചെയ്തു? അതിന് പ്രധാനപ്പെട്ട റീസൺ അത് ഷോർട്ട് ടൈം ആയതുകൊണ്ടല്ല. കാരണം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് എന്തുകൊണ്ട് സ്പെസിഫിക്കലി ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് തന്നെ ചെയ്തു? ബിക്കോസ് ഈ ക്വസ്റ്റനിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 111A ക്യാപിറ്റൽ ഗെയിൻ ആണ്. STT പേ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ STT പേ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അത് 20% ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന സാധനമാണ് 111A പ്രകാരം. അപ്പോൾ അതുകൊണ്ട് അത് കുറയ്ക്കുന്നതാണ് എപ്പോഴും അസസിക്ക് ടാക്സിൻ്റെ ആംഗിൾ ബെറ്റർ. സോ ദാറ്റ് ഈസ് വൈ അതിൻ്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്തു. ഈ 2 പോയിന്റ് ഇതിനകത്ത് നല്ലൊരു പോയിന്റാണ്. പിന്നെ നമ്മളെ തെറ്റിക്കാനായിട്ട് എക്സ്പയർ ആയ ലോസുകളൊക്കെ തരും, ടൈം പീരീഡ് കഴിഞ്ഞ ലോസുകൾ തരും. യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ. ആ ലോസുകൾ കയറി എടുക്കരുത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു ടിപ്പിക്കൽ TDSൻ്റെയും TCSൻ്റെയും ഏരിയ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അതിലേക്ക് നമുക്ക് പോകാം. 9ാമത്തെ TDS TCS ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിൻ ദി ആപ്ലിക്കബിലിറ്റി ആൻഡ് ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് TDS or TCS for assessment in 26-27 in the following situations. 1. ABC Limited sells a flat to Mr. Jadin for ₹47 lakhs on 15/5/2025. The agreement to sell provides that in addition, Mr. Jadin has to pay maintenance charges of 10,000 per month for 24 months in advance, ₹3 lakh for car parking, and 1 lakh for club membership fees to ABC Limited. Stamp duty value of the flat is 48 lakhs. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ നടക്കുമ്പം അതിൻ്റെ TDSൻ്റെ പ്രൊവിഷൻ പറയുന്നത് സെക്ഷൻ 194IA ആണ്. സെക്ഷൻ 194IA പറയുന്നത് നിങ്ങൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്ന ആക്ച്വൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ സ്റ്റാമ്പ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയറിൻ്റെ 1% TDS ഡിഡക്ട് ചെയ്യണം. പക്ഷേ ഈ 2 ഫിഗറും, അതായത് ആക്ച്വൽ പർച്ചേസ് കൺസിഡറേഷനും സ്റ്റാമ്പ് വാല്യൂ 2 ഫിഗറും 50 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ TDS വേണ്ട. അത് 50 ലാക്കോ ഓർ മോർ ആണെങ്കിൽ TDS വേണം. പിന്നെ അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ച്വൽ കൺസിഡറേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ടാക്സ് വെട്ടിക്കാനായിട്ട് ആൾക്കാർ ഫ്ലാറ്റിൻ്റെ വില അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വില 50 ലക്ഷത്തിന് താഴെ നിർത്തും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കാർ പാർക്കിംഗ് ഫീ, സ്പെഷ്യൽ ലൊക്കേഷൻ ചാർജ്, സ്പെഷ്യൽ ലൊക്കേഷൻ ഫീ, പിന്നെ സ്പെഷ്യൽ അമ്യൂണിറ്റി ഫീ,
അസോസിയേഷൻ ഫീ, ഡോക്യുമെൻറ്റേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ പൈസകൾ മേടിക്കും. അത് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആഗ്രിഗേറ്റ് കൺസിഡറേഷൻ 50 മേളിൽ പോകുന്നുണ്ടാവും. ബിൽഡിങ്ങിൻ്റെ മാത്രം കാണിച്ചിരിക്കുന്ന വില 50 താഴെ ആയിരിക്കും. എന്നിട്ട് അവർ പറയും 50 ലക്ഷം എക്സീഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് TDS വേണ്ടാന്ന് പറയും. ഇതൊരു ഫ്രോഡാണ്. അത് തടയാനായിട്ട് സെക്ഷൻ 194 താഴെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് ഇയർ അമെൻമെൻ്റ് ഒന്നുമല്ല, ഒരു 3-4 കൊല്ലം മുമ്പ് കൊണ്ടുവന്നൊരു പ്രൊവിഷനാണ്. While you are taking the consideration for transfer of the immovable property, the aggregate of the amount must be taken, including that car parking fee, special location charge, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് വേണം എടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 47 ലക്ഷമാണ് ആക്ച്വൽ കൺസിഡറേഷൻ പറയുന്നത്. സ്റ്റാമ്പ് വാല്യൂ 48ആണ്. പക്ഷേ ഈ 47 ലക്ഷത്തിൻ്റെ കൂടെ നമ്മൾ ആ ബാക്കി എമൗണ്ടും കൂടെ ആഡ് ചെയ്യണം. 10,000 വെച്ചിട്ട് 2 വർഷത്തേക്ക് പെർ മന്ത് വെച്ചിട്ട് 2 വർഷത്തേക്ക് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെന്നാണ്. അത് മെയിൻ്റനൻസ് ചാർജ് അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്ത് അത് എടുക്കണം. 10,000 × 12 120, ഒരു വർഷത്തേക്ക്, 2 വർഷത്തേക്ക് 240. പിന്നെ 3 ലാക്ക് അപ്പോൾ 540 പിന്നെ 1 ലാക്ക് ക്ലബ് മെമ്പർഷിപ്പ് അപ്പോൾ 640 640 പ്ലസ് 47 ആഡ് ചെയ്യുമ്പോൾ 47 ലക്ഷം പ്ലസ് 6.4 ആഡ് ചെയ്യുമ്പോൾ 53,40,000 രൂപയായി. 50 ലക്ഷം ക്രോസ് ചെയ്തു. സോ TDS ആപ്ലിക്കബിൾ ഓൺ 53,40,000. 1% 194 IL TDS കട്ട് ചെയ്യണം. ഇതാണ് ആദ്യത്തെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവിടെ പറയണം. അതായത് 194 IA ആണ് ഇവിടുത്തെ റെലവൻറ്റ് സെക്ഷൻ. ആക്ച്വൽ കൺസിഡറേഷൻ ഓഫ് സ്റ്റാമ്പ് വാല്യൂ വിച്ച് ഈസ് ഹയറിൻ്റെ പുറത്താണ് TDS കട്ട് ചെയ്യേണ്ടത്. ഇഫ് ബോത്ത് ദീസ് എമൗണ്ട്സ് ആർ ലെസ് ദാൻ 50 lakh നോട്ട് TDS. ബട്ട് വൈൽ ടേക്കിംഗ് ദി ആക്ച്വൽ കൺസിഡറേഷൻ ഈ പറയുന്ന സ്പെഷ്യൽ ലൊക്കേഷൻ ചാർജ്, ക്ലബ് മെമ്പർഷിപ്പ്, ഇങ്ങനെ കാർ പാർക്കിംഗ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അത് 50 മേളിൽ പോയി 53,40,000 ആയി. അതിൻ്റെ 1% TDS, ദാറ്റ് ഈസ് 53,400 രൂപ മിസ്റ്റർ ജെഡിൻ TDS കട്ട് ചെയ്തിട്ട് മാത്രമേ ബാക്കി പൈസ മാത്രമേ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുക്കാവൂ. ഇതാണ് 194 IA. നൗ അടുത്ത ക്വസ്റ്റ്യൻ TCSൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് TDS ആണ്. ഇപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് സീംസ് ടു ബി TCS. State government of Jharkhand grants a lease of coal mine to Messrs XYZ Limited on 1/5/2025 and charged rupees 7 crore for the lease. ഇപ്പോൾ നമുക്കറിയാം ലീസ് ഓഫ് പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, കോളിൻ്റെയൊക്കെ മൈൻ, കോറി, ഇതൊക്കെ ലീസിന് കൊടുക്കുമ്പം ലെസ്സിയുടെ കയ്യിൽ നിന്ന് 2% TCSും കൂടി കളക്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ലെസ്സർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ജാർഖണ്ഡാണ്. ലീസ് റെൻ്റ് കളക്ട് ചെയ്യുന്നത് XYZ ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ 7 കോടിയുടെ 2% TCS കളക്ട് ചെയ്യണം. അപ്പം നമ്മൾ ആ പഠിച്ച TCSൻ്റെ ഏരിയ, ലാസ്റ്റ് നമ്മൾ പഠിച്ച TCSൻ്റെ പ്രൊവിഷനാണ് 206C സബ്സെക്ഷൻ 1Cയിലാണ് ഈ TCS ഒക്കെ വരുന്നത്. അപ്പോൾ ലീസ് ഓഫ് പാർക്കിംഗ് ലോട്ട് ഓർ ടോൾ പ്ലാസ മൈൻ 2% ആണ്. അപ്പോൾ ഇവിടെ TCS ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ 2% TCS കളക്ട് ചെയ്യണം. അവിടെ ലെസ്സി എന്ന് പറയുന്ന ആൾ പബ്ലിക് സെക്ടർ കമ്പനി ആണെങ്കിൽ TCS വേണ്ട. ഇതാണ് പ്രൊവിഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ XYZ ലിമിറ്റഡ് എന്നേ പറയുന്നുള്ളൂ. അതൊരു പബ്ലിക് സെക്ടർ കമ്പനിയാണെന്ന് പറയുന്നില്ല XYZ ലിമിറ്റഡ്. അതുകൊണ്ട് എന്തായാലും TCS വേണം. 7 കോടിയുടെ 2% ജാർഖണ്ഡ് ഗവൺമെൻറ് കളക്ട് ചെയ്യണം TCS. ഓക്കെ, റിലവൻറ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 206C സബ്സെക്ഷൻ 1C 2% TCS കളക്ട് ചെയ്യണം. ഇനി അടുത്തെന്നാ പറയണേ? അടുത്ത് പറയുന്നത് XYZ ലിമിറ്റഡ് അവരെന്ത് ചെയ്തു? കൽക്കരി വിറ്റിരിക്കുകയാണ് 2 കോടി രൂപയ്ക്ക്. ആർക്കാ? LMN എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ കമ്പനിക്ക് കൽക്കരി വിറ്റിരിക്കുകയാണ്. ഈ കൽക്കരി വിൽക്കുന്നതും കോള്, ലിഗ്നൈറ്റ്, അയൺ ഓർ, അതുപോലെ ആൽക്കഹോൾ, ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, ടിമ്പർ, ഇതൊക്കെ 206C സബ്സെക്ഷൻ 1ൽ വരുന്ന TCS അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ 2 കോടിക്ക് കൽക്കരി വിറ്റിരിക്കുകയാണ്. കൽക്കരിയാണ് വിറ്റിരിക്കുന്നത്. പക്ഷേ അവിടെ ആ സെക്ഷൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് ബയ്യർ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. അത് ഫർദർ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയോ പവർ ജനറേഷന് വേണ്ടിയാണ് ഞങ്ങളിത് മേടിക്കുന്നത് എന്ന് ബയ്യർ ഡിക്ലറേഷൻ കൊടുത്താൽ TCS വേണ്ടാന്നൊരു പ്രൊവിഷനുണ്ട്. അതുപോലെ തന്നെ അവിടെ ബയ്യർ പബ്ലിക് സെക്ടർ കമ്പനി ആണെങ്കിലും TCS വേണ്ട. നമ്മുടെ നോട്ടിൽ അതൊരു കറക്ഷനാണ്. നമ്മുടെ നോട്ടിനകത്ത് ഈ തൊട്ട് താഴെ ഉള്ളതിൽ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് സെക്ടർ കമ്പനി ആണെങ്കിൽ വേണ്ടാന്ന്. ഈ മേളിലുള്ളതിൽ അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തോണം കേട്ടോ. 206C സബ്സെക്ഷൻ 1ലും നമ്മുടെ കളർ ബുക്കിനകത്ത് കറക്റ്റ് ചെയ്തോണം. ഈ ബയ്യർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, പബ്ലിക് സെക്ടർ കമ്പനി ആണെങ്കിൽ വേണ്ട. ഏറ്റവും ലാസ്റ്റിൽ ഞാൻ കോമൺ പോയിന്റ് ഓഫ് TCSൻ്റെ താഴത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല, അത് ഓർത്തോണം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കൽക്കരി വാങ്ങുന്ന ആൾ പബ്ലിക് സെക്ടർ കമ്പനിയാണ്. ഇവർ പറയുന്നുണ്ട് പബ്ലിക് സെക്ടർ കമ്പനിയാണ് ഈ LMN ലിമിറ്റഡ്. അവരാണ് ബയ്യർ. സെല്ലർ XYZ ലിമിറ്റഡ് ആണ്. ബയ്യർ
പബ്ലിക് സെക്ടർ കമ്പനി ഉണ്ടാകുന്ന ടി സി എസ് വേണ്ട, ആ ടി സി എസ് വേണ്ട. പക്ഷേ അവിടെ കൊണ്ട് നിർത്തരുത്. ഈ ടി സി എസ് അട്രാക്റ്റ് ചെയ്യാത്ത കേസിൽ ടി ഡി എസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഇവിടെ XYZ ലിമിറ്റഡ് ആണ് സെല്ലർ ഓഫ് കൽക്കരി ഗുഡ്സ്, ബയ്യർ LMN ആണ്. അപ്പം ഇതിൽ ഈ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന സെല്ലറുടെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 5.5 കോടിയാണ്. പക്ഷേ ബയ്യറായ LMN പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ പ്രിസീഡിങ് ഫിനാൻഷ്യലിലെ ടേൺ ഓവർ 11 കോടിയാണ്. അപ്പം നമ്മുടെ മൈൻഡിൽ അപ്പം തന്നെ കത്തണം 194Q. ബയ്യർ ഒരു ബിസിനസ്സുകാരനാണ്. ബയ്യറുടെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ 10 കോടി ക്രോസ് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഇയറിൽ 50 ലക്ഷം രൂപയുടെ മുകളിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്യുന്ന ബയ്യർ സെല്ലർക്ക് കാശ് കൊടുക്കുന്നതിന് മുമ്പ് ടി ഡി എസ് കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ടി ഡി എസ് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് 50 ലക്ഷം വരെ ടി ഡി എസ് വേണ്ട, 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എക്സസ് എമൗണ്ടിൻ്റെ മണ്ടയ്ക്ക് ടി ഡി എസ് കട്ട് ചെയ്യണമെന്നാണ്. 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എക്സസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഈ കേസിൽ കൽക്കരി മേടിച്ചത് 2 കോടിക്കാണ്. 50 ലക്ഷം വരെ വേണ്ട, ബാക്കി 1.5 കോടിയുടെ 0.1% ടി ഡി എസ് ഇവർ കട്ട് ചെയ്തിട്ട് ബാക്കി പൈസ കൊടുക്കാവും. 194Q ട്രിഗർ ചെയ്യും. ടി സി എസും ടി ഡി എസും ഒരുമിച്ച് വന്നാൽ ടി സി എസ് ട്രിഗർ ചെയ്യുള്ളൂ, ടി ഡി എസ് വരില്ല. പക്ഷേ ഇവിടെ ടി സി എസ് വരുന്നില്ല, കാരണം ബയ്യർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയതുകൊണ്ട് 206C സബ്സെക്ഷൻ 1 ടി സി എസ് വരുന്നില്ല. അതുകൊണ്ടാണ് 194Qയിലേക്ക് നമ്മൾ പോയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് റിക്വയർഡ് ടു കളക്ട് ടി സി എസ് 2%, 7 കോടി ബീങ് ദ ചാർജ് ഫോർ ലീസ് ഓഫ് കോൾ മൈൻ. 2% ഓഫ് 7 കോടി 14 ലക്ഷം രൂപ ടി സി എസ് കളക്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ പക്ഷേ അവിടെ ബയ്യർ പബ്ലിക് സെക്ടർ കമ്പനി ആണെങ്കിൽ ഈ പറയുന്ന 206C1 കൽക്കരിക്ക് ടി സി എസ് വേണ്ട. അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ ടി സി എസ് വേണ്ട, പക്ഷേ 194Qയിൽ ടി ഡി എസ് വേണം. അതാണ് അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ നോട്ടിൽ ഈ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചോണം. 206C സബ്സെക്ഷൻ 1 താഴെ ഒരു രണ്ടാമതൊരു എക്സെപ്ഷൻ കൂടി നോട്ട് ചെയ്തോണം. ഇഫ് ബയ്യർ ഈസ് എ പബ്ലിക് സെക്ടർ കമ്പനി ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ടി സി എസ് അണ്ടർ സെക്ഷൻ 206C സബ്സെക്ഷൻ 1 ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള പോയിന്റും കൂടെ മാർക്ക് ചെയ്തു. Now we are going to the I think the last question of the RTP. Yeah, it's a full question. അപ്പോൾ ഇതൊരു പിന്നെ ടോട്ടൽ ഇൻകവും ടാക്സ് ലൈബിലിറ്റിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാം കൂടെ ചേർത്ത് ചോദിക്കുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ യുവാൻ, എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ, ഏജ് 45. Mr. Yuvan, a resident individual, age 45, is engaged in manufacturing of textile business as a proprietor. ഇയാൾ മാനുഫാക്ചറിങ് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഇമ്പാക്റ്റേ ഉള്ളൂ. ഓപ്റ്റ് ഔട്ടിൽ മാനുഫാക്ചറിങ്കാർക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. അയാൾ മെർക്കൻഡൈൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ പറയുന്നതിന് റിലവൻസ് ഉണ്ട്. കാരണം മെർക്കൻഡൈൽ സിസ്റ്റത്തിൽ ബുക്ക് ഫോളോ ചെയ്താൽ സെക്ഷൻ 43B ചില ഐറ്റംസ് പേയ്മെൻറ്റ് അടച്ചാലേ റിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ മെർക്കൻഡൈൽ ആണെങ്കിൽ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല, ഡ്യൂ ആണെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പേയ്മെൻറ്റ് പോയാലേ റിഡക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ യുവാൻ എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഫോളോസ് മെർക്കൻഡൈൽ സിസ്റ്റം. ദ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആഫ്റ്റർ ഡെബിറ്റിംഗ് ഓർ ക്രെഡിറ്റിംഗ് ദ ഫോളോയിങ് ഐറ്റം വാസ് 20 ലക്ഷം. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമുക്കറിയാം ഒരു P&L അക്കൗണ്ട് അവർ തരും, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തരും. എന്നിട്ട് നമ്മൾ അതിനെ വെച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ഡിസലോ ചെയ്യേണ്ട ഐറ്റം ആഡ് ചെയ്ത് കുറയ്ക്കേണ്ട ഐറ്റം കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് PGP കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നോർമൽ നമ്മുടെ രീതി. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു P&L അക്കൗണ്ട് അല്ല തന്നിരിക്കുന്ന, പകരം അവർ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ നെറ്റ് പ്രോഫിറ്റിൽ താഴെ പറയുന്ന ഐറ്റംസ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു കമ്പൽസറി ക്വസ്റ്റൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. അത് പണ്ട് ഫൈനലിന് ചോദിക്കുന്ന ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈലാണ് ഇപ്പോൾ ഇൻ്റർന്ന് ചോദിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 20 ലക്ഷം രൂപ. നമുക്കിനി ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഇപ്പം എപ്പോഴും പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പം ഇവർ ഡിഫോൾട്ട് ആണോ ഓപ്റ്റ് ഔട്ട് ആണോ എന്ന് അറിയാൻ ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ്റെ അവസാനം പോയിട്ട് എന്താണ് ചോദിക്കുന്നത്, ടോട്ടലിംഗ് ആണോ ചോദിക്കുന്നത്, അതോ ഗ്രോസ് ടോട്ടലിംഗ് ആണോ ചോദിക്കുന്നത്, അതോ ടാക്സ് ലൈബിലിറ്റി ആണോ ചോദിക്കുന്നത്, അതോ ഓപ്റ്റ് ഔട്ട് ആണോ ചോദിക്കുന്നത്, അതോ ഡിഫോൾട്ട് ആണോ ചോദിക്കുന്നത്, ആദ്യമേ പോയി നോക്കണം. അപ്പോൾ നമ്മൾ നേരെ അവസാനത്തിൽ നമ്മൾ പോയി നോക്കുകയാണ്.
അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയി നോക്കുമ്പോൾ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് യുവാൻ ഫോർ അസസ്മെന്റ് ഇയർ 26-27 അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റെജിം ആൻഡ് ഓപ്ഷണൽ. ദിസ് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 14 മാർക്സ്. കാരണം രണ്ടും ചോദിക്കുന്നുണ്ട്, ഡിഫോൾട്ടും ഓപ്റ്റ് ഔട്ടും. രണ്ടിലും ടാക്സ് ലൈബിലിറ്റിയും കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും ഇതിന് 10-14 മാർക്കെങ്കിലും ചോദിച്ചാൽ 14-15 മാർക്കെങ്കിലും തരണം. പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 250 ലക്ഷമാണെന്ന് പറയുന്നുണ്ട്. ഈ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ തരുന്ന എന്തിനാണ്? അപ്പം നമ്മൾ ഈ TDS എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. TDSനകത്ത് വരുന്ന 6 സെക്ഷൻസ്: 194A, 194C, 194H, 194I, 194J ആൻഡ് 194R. അപ്പോൾ ACH, IJR എന്ന് പറയുന്ന 6 TDSും പിന്നെ TCSൽ ഒരു 2 സെക്ഷൻസിലും. ഈ കറണ്ട് ഇയറിൽ TDSന്റെ ഈ 6 സെക്ഷൻസ് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പെയർ ഇൻഡിവിജ്വൽ HF ആണെങ്കിൽ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 1 കോടി ക്രോസ് ചെയ്താൽ മാത്രം ഈ ACH, IJR എന്നുള്ള 6 സെക്ഷനിൽ TDS കട്ട് ചെയ്താൽ മതി എന്നാണ് റൂള്. അപ്പോൾ ഇവിടെ ACH, IJRൽ പെടുന്ന TDS എന്തെങ്കിലും വരുവാണെങ്കിൽ TDS ആപ്ലിക്കബിൾ ആണ് എന്ന് കാണിക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം പ്രിസീഡിംഗ് ടേൺ ഓവർ 250 ലക്ഷം എന്ന് പറയുമ്പോൾ അത് 1 കോടിയുടെ മുകളിലാണ്. അപ്പം പ്രിസീഡിംഗ് ഇയറിലെ ടേൺ ഓവർ ഒരു ക്വസ്റ്റിന് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് അവിടെ TDSന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ശരി, രണ്ടിലും ചെയ്യണം. അപ്പോൾ ആലോചിക്കുക. ഓക്കെ, ശരി. എന്താണ് ആദ്യത്തെ പോയിന്റ്? 25,000 പെയ്ഡ് ടു ക്രെഡിറ്റർ ഫോർ ഗുഡ്സ് ഇൻ ക്യാഷ്. ഒരു ബിസിനസിന്റെ എക്സ്പെൻഡിച്ചർ സിംഗിൾ ഡേ 10,000 രൂപയുടെ മുകളിൽ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് പേ ചെക്കായിട്ടോ അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് ആയിട്ടോ അതർ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡായിട്ടോ കൊടുക്കാവൂ. അല്ലെങ്കിൽ അത് മൊത്തം ഡിസലോ ചെയ്യണം. സെക്ഷൻ 40 ക്യാപിറ്റൽ ലെറ്റർ A സബ്സെക്ഷൻ 3 അത് ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും ഒരേ റൂളാണ്. അതുകൊണ്ട് ഈ 25,000 രൂപ ക്രെഡിറ്ററിന്റെ ക്യാഷ് കൊടുത്ത മൊത്തം ആഡ് ബാക്ക് ഡിസലോ രണ്ടിലും. ഗ്രോസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് 15,000. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ഡെബിറ്റിംഗ് ഓർ ക്രെഡിറ്റിംഗ് ദ ഫോളോയിങ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് എൻ്റെ താഴെ പറയാണ് ബാങ്കിൽ നിന്ന് കിട്ടിയ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റിനെ കൊണ്ടുവന്ന് PNL അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ലെസ് ചെയ്യണം. എന്നിട്ട് ഇത് നേരെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഹെഡിൽ കൊണ്ടുവന്ന് കാണിക്കണം. ഈ 15,000 ഇവിടെ നിന്ന് ലെസ് ചെയ്യുക, IFOC കാണിക്കുക. ഒപ്പം ഒരു കാര്യം കൂടെ അറിഞ്ഞോണം, ഈ സേവിങ്സ് ഇൻട്രസ്റ്റ് ആണ്. സേവിങ്സ് ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മുടെ ചാപ്റ്റർ 6 റിഡക്ഷൻ 80 TTA ക്ലെയിം ചെയ്യാൻ പറ്റും സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് ഓപ്റ്റ് ഔട്ടിൽ. അപ്പോൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പം ഈ 15,000 നിന്ന് 10,000 രൂപ ചാപ്റ്റർ 6 TTA ക്ലെയിം ചെയ്യണം. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ ചാപ്റ്റർ 6 അത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം ചെയ്യേണ്ടത് 15,000 ലെസ് ചെയ്യുക, IFOC ഹെഡിൽ കാണിക്കുക. എന്നിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ചാപ്റ്റർ 6 കുറയ്ക്കുക 10,000. ഡിഫോൾട്ടിൽ ചാപ്റ്റർ 6 ഇല്ല. കോൺട്രിബ്യൂഷൻ ടു നോട്ടിഫൈഡ് അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ ഫോർ സയന്റിഫിക് റിസർച്ച് 1,10,000. ഇത് റിസർച്ചിന് കൊടുത്തിരിക്കുന്ന ഡൊണേഷനാണ്. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ സയന്റിഫിക് റിസർച്ചിന് ഡൊണേഷൻ കിട്ടൂല. ഇൻഹൗസ് റിസർച്ച് ഓക്കെയാണ്, ഡൊണേഷൻ കിട്ടൂല. അപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റെജിം ചെയ്യുമ്പോൾ ഈ 1,10,000 രൂപ ആഡ് ബാക്ക്. ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഡിഫോൾട്ടാണ് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ലെസ് ചെയ്താൽ മതി, ഡിഫോൾട്ടിൽ ആഡ് ചെയ്താൽ മതി. ഇനി അതിൽ ആദ്യം നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ആണ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റിനിൽ ചോദിക്കുന്ന അതേ ഓർഡർ ചെയ്യുന്നതാണ് നല്ലത്. ക്വസ്റ്റിനിൽ ആദ്യം ഡിഫോൾട്ട് പറഞ്ഞ് ആദ്യം ഡിഫോൾട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഓപ്റ്റ് ഔട്ട് ആക്കുക. ഓക്കെ, ഓപ്റ്റ് ഔട്ടിൽ ഈ 1,10,000 കുറയ്ക്കാം. ഡിഫോൾട്ട് ഒന്നും ചെയ്യേണ്ട. ഓപ്റ്റ് ഔട്ടിൽ നമ്മൾ ആണ് ആദ്യം ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഡിഫോൾട്ട് ആദ്യം ചെയ്തിട്ട് ഓപ്റ്റ് ഔട്ട് രണ്ടാമത് ചെയ്യുകയാണെങ്കിൽ ഈ 1,10,000 ഡിഫോൾട്ടിൽ ആഡ് ബാക്ക് ചെയ്യണം, ഓപ്റ്റ് ഔട്ടിൽ ലെസ് ചെയ്യണം. ഹി പെയ്ഡ് എ ജോബ് ചാർജസ് ഫോർ ദ വാല്യൂ അഡീഷൻ ഓൺ ദ ഫാബ്രിക്സ് 1,10,000 വിത്തൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ടു ജോബ് വർക്കർ ബൈ ആൻ അക്കൗണ്ട് പേ ചെക്ക്. ഈ ജോബ് വർക്കർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറാണ്, അതൊരു കോൺട്രാക്ട് വർക്കാണ്. ജോബ് വർക്കർക്ക് ജോബ് വർക്ക് ചെയ്തതിൻ്റെ 1,10,000 രൂപയുടെ പേയ്മെൻറ്റ് കൊണ്ടത്രേ അതിന് TDS കട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്കറിയാം സിംഗിൾ ഡേ ഒരു സിംഗിൾ പേയ്മെൻറ്റ് 30,000 ക്രോസ് ചെയ്യുകയോ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കോൺട്രാക്ടിൻ്റെ പേയ്മെൻറ്റ് 1 lakh ക്രോസ് ചെയ്യുകയോ ചെയ്താൽ TDS കട്ട് ചെയ്യണം. 194C ആണ്. 194C അട്രാക്ട് ചെയ്യണമെങ്കിൽ പെയർ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇയാൾ ഇൻഡിവിജ്വൽ ആണ്. പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ടേൺ ഓവർ 1 കോടി ക്രോസ് ചെയ്യണം. ഇയാളുടെ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ടേൺ ഓവർ 250 lakhs ആണെന്ന് അവസാനം പറയുന്നുണ്ട്. സോ 194C ആപ്ലിക്കബിൾ, അയാൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ സെക്ഷൻ 40 സബ്സെക്ഷൻ A സബ്ക്ലോസ് IA. So as per section 40 subsection A subclause 1A, when payment of expenditure is paid to resident without deducting TDS, 30% of that expenditure must be disallowed. അപ്പോൾ ഇവിടെ ഈ 1,10,000 രൂപയുടെ 30% 30% പിടിച്ച് ഡിസലോ ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. സോ 1,10,000 30% ഡിസലോ. പിന്നെ അത് അക്കൗണ്ട് പേ ചെക്കായിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, നല്ലതാ. കാര്യം 10,000 രൂപയുടെ മുകളിൽ പേയ്മെന്റ് അല്ല കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ആ ഡിസലവൻസ് വന്നേനെ. ഇവിടെ 30% ഡിസലവൻസ് വരുന്നത്, ബാക്കി 70% കുഴപ്പമില്ല. അപ്പോൾ ഇത് ആഫ്റ്റർ ഡെബിറ്റിംഗ് ഓർ ക്രെഡിറ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് PNL അക്കൗണ്ട് ഡെബിറ്റഡ് ആണ്. അപ്പോൾ ഇതിന്റെ 30% 1,10,000 30% 33,000 ആഡ് ബാക്ക്. രണ്ടിലും ഡിഫോൾട്ടിൽ ഓപ്റ്റ് ഔട്ടിൽ ആഡ് ചെയ്യാം. നോർമൽ ഡിപ്രീസിയേഷൻ ഓഫ് 4,50,000 ആസ് പെർ ഇൻകം ടാക്സ് റൂൾസ് ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ഓൺ 15 ലക്ഷം being the cost of the new machinery purchased and put to use on 1st September 2025. അപ്പോൾ ഇവിടെ
ഇൻകം ടാക്സിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നതിനകത്ത് 15 ലക്ഷം രൂപയ്ക്ക് മേടിച്ച ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 4.5 ലക്ഷം രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടത്രേ. ഓക്കെ, നല്ല കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ ഡിപ്രീസിയേഷൻ എന്നാണ് അവർ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അവർ ഈ എടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷനകത്ത് അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഓപ്റ്റ് ഔട്ടിൽ മാനുഫാക്ചറിങ് അസസി ആയതുകൊണ്ട് അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും ഈ അസറ്റിന്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ വായിച്ചിട്ട് നമുക്കതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഈ മേളിൽ പറഞ്ഞ അസറ്റ് മേടിക്കാനായിട്ട് സബ്സിഡി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ നിന്ന്. അത് PN അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കേസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് എന്നും പറഞ്ഞ് PGBP സെക്ഷൻ 32 താഴെ പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കേസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് സെക്ഷൻ 43. അസറ്റ് മേടിക്കാനായിട്ട് സബ്സിഡി തന്നിട്ടുണ്ടെങ്കിൽ അത് അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക ചെയ്യേണ്ടത്, PN അക്കൗണ്ടിൽ കൊണ്ട് ഇൻകം ആക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഇവിടെ 2 തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കറക്റ്റ് അല്ല, ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ഈ സബ്സിഡി കുറയും. മറ്റൊന്ന്, അപ്പോൾ അതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ മാറും, നോർമൽ ഡിപ്രീസിയേഷൻ മാറും, അഡീഷണൽ ഡിപ്രീസിയേഷൻ മാറും, അതിനനുസരിച്ച് മാറ്റണം. മറ്റൊന്ന്, PN അക്കൗണ്ട് ക്രെഡിറ്റിൽ ഈ സബ്സിഡി കിടക്കുക, അത് ഇവിടെ വരാൻ പാടുള്ളതല്ല, അത് അസറ്റിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, അപ്പോൾ ഇൻകത്തിൽ വരരുത്, അവർ ക്രെഡിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് PN അക്കൗണ്ട് ക്രെഡിറ്റിൽ നിന്ന് ഈ അസറ്റിൻ്റെ 20% സബ്സിഡി ലെസ് ചെയ്യുക. അസറ്റിൻ്റെ എമൗണ്ട് 15 ലക്ഷം രൂപയാണ്, അതിൻ്റെ 20% അത്ര 3 ലക്ഷം രൂപയായിരിക്കും സബ്സിഡി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ PN അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ ലെസ് ചെയ്യണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 3 ലാക്ക് ലെസ് ചെയ്യുക, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. രണ്ടാമത്, ഈ 3 ലാക്ക് അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുക. 15 നിന്ന് 3 ലക്ഷം കുറയ്ക്കുമ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് 12 ലക്ഷം ആവും. അപ്പോൾ 12 ലക്ഷത്തിൻ്റെ ഡിപ്രീസിയേഷനെ വരാൻ പാടുള്ളൂ. അവർ 15 ലക്ഷത്തിൻ്റെ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, നോർമൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ എക്സസ് ഡിപ്രീസിയേഷൻ ഡിസലോ ചെയ്യണം. അത് ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും എക്സസ് ആഡ് ചെയ്യണം. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുന്നത് 45,000 രൂപ. കാരണം അവരിപ്പോൾ 15 ലക്ഷത്തിൻ്റെ 15% ആണ് എടുത്തിരിക്കുന്നത്. അതാണ് അല്ല, നോർമൽ ഡിപ്രീസിയേഷൻ 450 ആണ്, ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ 15 ലക്ഷം എന്നാണ്. അപ്പോൾ 15 ലക്ഷത്തിൻ്റെ അതിൽ നിന്ന് 3 ലക്ഷം രൂപ മാറിക്കഴിഞ്ഞാൽ ബാക്കി 12 ലക്ഷത്തിൻ്റെ ഡിപ്രീസിയേഷന് വരാൻ പാടുണ്ടായിരുന്നുള്ളൂ ഈ 4.5-കകത്ത്. പക്ഷേ ഈ 4.5-കകത്ത് 15-ന് ഡിപ്രീസിയേഷൻ കിടപ്പുണ്ട്, 12-ന് ഡിപ്രീസിയേഷനെ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എക്സസ് വരുന്ന 3 ലാക്ക്. അപ്പോൾ ആ 3 ലാക്കിൻ്റെ ഡിപ്രീസിയേഷൻ 3 ലക്ഷത്തിൻ്റെ 15% 45,000 രൂപ ഈ 4 ലക്ഷത്തി 50,000 എന്ന് പറയുന്ന ഡിപ്രീസിയേഷനിൽ നിന്ന് എടുത്ത് മാറ്റണം, മൈനസ് ചെയ്യണം. അപ്പോൾ അവർ ഓൾറെഡി ഈ നോർമൽ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 40,000 മാത്രം എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ആഡ് ബാക്ക് ചെയ്താൽ മതി. 40,000 ആഡ് ബാക്ക് ചെയ്യുക, എക്സസ് ഡിപ്രീസിയേഷൻ ഡെബിറ്റഡ്. കാരണം ഓൾറെഡി നോർമൽ ഡിപ്രീസിയേഷൻ 4.5 ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബാക്കി 40,000 രൂപ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ഇനി അഡീഷണൽ ഡിപ്രീസിയേഷൻ 12 ലക്ഷത്തിൻ്റെ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ഓപ്റ്റ് ഔട്ടിൽ ലെസ് ചെയ്യുക. ഡിഫോൾട്ടിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല, ഓപ്റ്റ് ഔട്ടിൽ 12 ലക്ഷത്തിൻ്റെ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. അപ്പോൾ 3 അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സബ്സിഡി ലെസ് ചെയ്യണം, 3 ലാക്കിൻ്റെ എക്സസ് നോർമൽ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം, 3 ലാക്കിൻ്റെ ഒഴികെ മാറ്റിയിട്ട് 12 ലക്ഷത്തിൻ്റെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഓപ്റ്റ് ഔട്ടിൽ മാത്രം അഡീഷണൽ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവൂ. ഇൻഷുറൻസ് എക്സ്പെൻസ് ഇൻക്ലൂഡ് 50,000 ഡെപ്പോസിറ്റഡ് വിത്ത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഹെർ മദർ ഏജ് 70 years ഡിപ്പെൻഡൻ്റ് അപ്പോൺ ഹിം ആൻഡ് സഫറിംഗ് ഫ്രം സിവിയർ ഡിസബിലിറ്റി. ഇത് ചാപ്റ്റർ 6 ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പക്ക പേഴ്സണൽ എക്സ്പെൻസ് ആണ്. PN അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തെറ്റാണ്. ഇത് PN അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 50,000 രൂപ PN അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് എക്സ്പെൻസ് ആദ്യം ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്റ്റ് ഔട്ടിൽ നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തി, റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ ആണ്, റിലേറ്റീവ്, അവർ നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആണ്, അവർക്ക് വേണ്ടി 1 രൂപയെങ്കിലും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 80DDയിൽ നമുക്ക് സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 ഫിക്സഡ് റിഡക്ഷനും, സിവിയർ ഡിസബിലിറ്റി അല്ല സാധാരണ ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 40% അതിന് മുകളിൽ ഡിസബിലിറ്റി ആണെങ്കിൽ അവിടെ 75,000 നമുക്ക് ക്ലെയിം ചെയ്യാം. ഇവിടെ സിവിയർ ഡിസബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1,25,000 രൂപ ഓപ്റ്റ് ഔട്ടിൽ ചാപ്റ്റർ 6 DDയിൽ ക്ലെയിം ചെയ്യാം. ഇവിടെ എന്തായാലും PGBP 50,000 ആഡ് ബാക്ക് ചെയ്യണം കേട്ടോ. പേഴ്സണൽ എക്സ്പെൻസ് ആണേ, PN അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് PN അക്കൗണ്ട് PGBP ചെയ്യുമ്പോൾ 50,000 എന്തായാലും ആഡ് ബാക്ക് ചെയ്യണം. ചാപ്റ്റർ 6 80DDയിൽ നമുക്ക് കുറയ്ക്കാം, 1,20,000 കുറയ്ക്കാം ഓപ്റ്റ് ഔട്ടിൽ. ഡിഫോൾട്ടിൽ ചാപ്റ്റർ 6 ഇല്ല. ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിംഗ് എമംഗ്സ് ദ എംപ്ലോയീസ് 75,000. നമുക്കറിയാം ഫാമിലി പ്ലാനിംഗ് എക്സ്പെൻഡിച്ചറിൻ്റെ റിഡക്ഷൻ കമ്പനിക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇത് കമ്പനിയല്ല, ഇയാൾ ഒരു ഇൻഡിവിജ്വൽ ആണ്, അതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. സോ PN അക്കൗണ്ട് ഡെബിറ്റ്സിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന 75,000 രൂപ ഫാമിലി പ്ലാനിംഗ് എക്സ്പെൻഡിച്ചറിനെ പിടിച്ച് ഡിസലോ ചെയ്യുക. രണ്ടാമത് ആലോചിക്കാനൊന്നുമില്ല, നോട്ട് കൊടുക്കുക. ആസ് പെർ സെക്ഷൻ 36 ഫാമിലി പ്ലാനിംഗ് എക്സ്പെൻസ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ബൈ കോർപ്പറേറ്റ്. ഓൺ 1 March 2026 മിസ്റ്റർ യുവാൻ പർച്ചേസ്ഡ് റോ മെറ്റീരിയൽ for ₹30,000 ഫ്രം Kanha and Company, a medium enterprise, as per MSMED Act, for which the payment was made on 18/4/2026.
there was no agreement for payment period between them. First of all, മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്താലാണ് സെക്ഷൻ 43B പ്രകാരം MSME ആക്ട് ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത ഇയറിലെ റിഡക്ഷൻ തരുള്ളൂ, 43B ഡിസലവൻസ് വരൂ എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും അത് മീഡിയം എൻ്റർപ്രൈസിൻ്റെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് ബാധകമല്ല. ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന മീഡിയം എൻ്റർപ്രൈസിൻ്റെ കയ്യിൽ നിന്നാണ്, മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസിൻ്റെ കയ്യിൽ നിന്നല്ല. അതുകൊണ്ട് ആ പ്രൊവിഷൻ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഒരു കുഴപ്പമില്ല, ഈ പറയുന്ന സാധനത്തിന് ഡിസലവൻസ് ആപ്ലിക്കബിൾ അല്ല, 43B നോട്ട് ആപ്ലിക്കബിൾ. അപ്പോൾ അതുകൊണ്ട് ഇത് അലോ ചെയ്യും. മെർക്കൻഡൈൽ സിസ്റ്റമാണ്, കറണ്ട് ഇയറിൽ തന്നെ ക്ലെയിം ചെയ്യും. പേയ്മെൻറ്റ് അടുത്ത വർഷം പോയി എന്നുള്ള കാര്യമൊന്നും ഇവിടെ റിലവൻ്റ് അല്ല. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 43B നോട്ട് ആപ്ലിക്കബിൾ ബിക്കോസ് ദാറ്റ്സ് അമെൻമെൻറ്റ് or that particular provision 43B applicable only when the purchases are made from micro or small enterprise. That's not applicable for medium. Additional information. Mr. Yuvan repaid housing loan principal and interest of 75,000 and 80,000 availed for purchase of let out house property. അപ്പോൾ ഇവിടെ ലെറ്റ് ഔട്ട് ഉണ്ട്, ലെറ്റ് ഔട്ടിൻ്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം. ലെറ്റ് ഔട്ടിൻ്റെ കമ്പ്യൂട്ടേഷനകത്ത് ഇവിടെ ഈ ഇൻട്രസ്റ്റ് ലെറ്റ് ഔട്ട് ക്ലെയിം ചെയ്യാം. പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഓപ്റ്റ് ഔട്ടിൽ ചാപ്റ്റർ 6 ATCയിൽ ക്ലെയിം ചെയ്യാം. നമുക്കറിയാം ഓപ്റ്റ് ഔട്ടിൽ ATCയിൽ ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് എലിജിബിളാണ്. കീപ്പ് ഇൻ മൈൻഡ്, ഇത് ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ ATC കിട്ടൂല. പക്ഷെ ഹൗസ് പ്രോപ്പർട്ടി എന്തായാലും ഉണ്ട്, ഡിഫോൾട്ടിലും ഉണ്ട്, ഓപ്റ്റ് ഔട്ടിലും ഉണ്ട് ലെറ്റ് ഔട്ട്. ബട്ട് ചാപ്റ്റർ 6 ഡിഡക്ഷൻ ATC പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റിൻ്റെ ആ ഒരു 75,000 രൂപ ATC ഓപ്റ്റ് ഔട്ടിലേക്ക് കിട്ടുള്ളൂ, ഡിഫോൾട്ടിൽ കിട്ടത്തില്ല. മറ്റൊരു കാര്യം, ഇത് അഡീഷണൽ ഇൻഫർമേഷൻ്റെ താഴെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് P&L അക്കൗണ്ടിനായിട്ട് ഇതിന് ബന്ധമില്ല. He received rent of 3.5 ലക്ഷം from let out property. മുനിസിപ്പൽ ടാക്സ് 40,000 for this house was paid by him on 30/4/2026. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം ഡേറ്റുകളൊക്കെ. ഇവിടെ ആക്ച്വൽ റെൻ്റാണ് 3.5. അത് HP കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാം. മുനിസിപ്പൽ ടാക്സ് ഇവിടെ കുറയ്ക്കാൻ പറ്റില്ല. കാരണം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആക്ച്വലി പെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ബൈ ദ അസസി. ഇവിടെ അസസി തന്നെയാണ് അടച്ചിരിക്കുന്നത്, പക്ഷേ പ്രീവിയസ് ഇയറിലല്ല അടച്ചിരിക്കുന്നത്. 30th April 2026 എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം അല്ലേ. അപ്പോൾ അടുത്ത കൊല്ലം ഈ മുനിസിപ്പൽ അടുത്ത കൊല്ലത്തെ ഹൗസ് പ്രോപ്പർട്ടി നീ 40,000 ക്ലെയിം ചെയ്യാം. ഈ കൊല്ലം മുനിസിപ്പൽ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആക്ച്വൽ റെൻറ്റ് 3,50,000 തന്നെ GAV, അത് തന്നെയാണ് NAV. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഇൻട്രസ്റ്റ് 80,000, ലെറ്റ് ഔട്ടിന് ഇൻകം കിട്ടും. He received 75,000 by premature withdrawals from deposit including interest ₹5,000 in post office time deposit eligible for deduction under section ATC. അപ്പോൾ ഇയാൾ 75,000 രൂപ പ്രിമച്വർ വിഡ്രോവലായിട്ട് അയാൾക്ക് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അതിനകത്ത് 5,000 രൂപ ഇൻട്രസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഈ പോസ്റ്റ് ഓഫീസിനകത്തോട്ട് 5 കൊല്ലത്തേക്ക് ലോക്ക് ചെയ്ത് നമ്മൾ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ ATCയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇയാൾ പണ്ട് ATCയിൽ ഈ പൈസയ്ക്ക് ATC ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ആളെന്നാണ് പറയുന്നത്. ATCയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും പോസ്റ്റ് ഓഫീസിൻ്റെ ഡെപ്പോസിറ്റ് ആയാലും 5 കൊല്ലം ലോക്കിൻ പീരീഡ് സ്ട്രിക്റ്റ് ആണ്. 5 കൊല്ലത്തിനിടയ്ക്ക് ആ FD പൊട്ടിക്കാൻ പാടില്ല. 5 കൊല്ലത്തിനിടയ്ക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ക്ലെയിം ചെയ്ത റിഡക്ഷൻ്റെ എമൗണ്ട് എത്രയാണോ അത് തിരിച്ചെടുത്ത് ഇൻകം ആയിട്ട് റീടാക്സ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആ കണ്ടീഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡിഫോൾട്ട് ടാക്സ് റെജിം ആയാലും ശരി ഓപ്റ്റ് ഔട്ട് ആയാലും ശരി ഫണ്ട് ക്ലെയിം ചെയ്തത് കൊണ്ട് ഇത് തിരിച്ച് ഇൻകമാണ്. അപ്പോൾ ഈ 75,000 രൂപയും ഈ വർഷം ഇൻകമാണ്. 5,000 രൂപ എനിവേ ഇൻട്രസ്റ്റ് ഇൻകമാണ്. ബാക്കി 70,000 രൂപ ഫണ്ട് നിങ്ങൾ FD ഇട്ടിട്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ട് 5 കൊല്ലം മുമ്പ് ബ്രേക്ക് ചെയ്തു. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് വിൽ ബി. അതുകൊണ്ട് കാരണം പ്രിമച്വർ വിഡ്രോവൽ എന്നല്ലേ പറയുന്നത്. ദാറ്റ് മീൻസ് ബിഫോർ 5 ഇയർ വിഡ്രോ ചെയ്തു എന്നാണ്. അപ്പോൾ ഇത് IFOസിൽ ഇൻകമായിട്ട് കാണിക്കണം. ഹി സോൾഡ് എ ഗോൾഡ് ബ്രേസ്ലെറ്റ്. നമ്മുടെ ഇയറിൽ മെയ് 2025 5 ലക്ഷം രൂപയ്ക്ക് ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ടുണ്ട്. ഗോൾഡ് ബ്രേസ്ലെറ്റ് ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. അത് 40,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിനകത്ത് ഒരു ഡയമണ്ട് പിന്നീട് ഫിക്സ് ചെയ്തു. ഡയമണ്ട് നമ്മുടെ ഗോൾഡ് ബ്രേസ്ലെറ്റിൽ ഡയമണ്ട് ഫിക്സ് ചെയ്തു എന്ന് പറയുമ്പം ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 5 ലക്ഷം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 40,000, ഇമ്പ്രൂവ്മെൻറ്റ് 50,000, രണ്ടും കുറയ്ക്കുക, നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സാധനം ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 12.5% ഫ്ലാറ്റ് റേറ്റ് ആണ്. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, PGBP ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്, പിന്നെ 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 ചാപ്റ്റർ 6 ഓപ്റ്റ് ഔട്ടിലുണ്ട്, ഡിഫോൾട്ടിലില്ല. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും ആദ്യമേ തന്നെ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് പ്രത്യേകിച്ച് മാറ്റണം. അതിന് 12.5% ഫ്ലാറ്റ് എടുക്കുക. റിമൈനിങ്ങിനാണ് സ്ലാബ്. റിമൈനിങ് സ്ലാബ് എടുക്കുമ്പോൾ ഡിഫോൾട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ടിലെ സ്ലാബ് എടുക്കുക, ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഓപ്റ്റ് ഔട്ടിലെ സ്ലാബ് എടുക്കുക. ദാറ്റ് ഷുഡ് ബി കെയർഫുൾ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് ആൻസർ നോക്കിയാൽ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ഇറ്റ് സ്റ്റാർട്ട്സ്. മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാൻ പറ്റില്ല, കറണ്ട് ഇയറിൽ അടച്ചിട്ടില്ല.
30% കുറച്ചു, ഇൻട്രസ്റ്റ് കുറച്ചു, ഹൗസ് പ്രോപ്പർട്ടി 1.65. ഡിഫോൾട്ടായാലും ഓപ്റ്റ് ഔട്ടായാലും ഹൗസ് പ്രോപ്പർട്ടി സെയിം തന്നെ. ഡിഫോൾട്ടിലും ലെറ്റ് ഔട്ട് പോസിറ്റീവ് കുഴപ്പമില്ല, ലോസ് ആണ് പറ്റാത്തത്, അപ്പോൾ ഇത് പോസിറ്റീവാണ്. രണ്ടിടത്തും സെയിം തന്നെ. PGP വരുമ്പോൾ ഇവർ ആദ്യം ചെയ്തിരിക്കുന്നത് ഡിഫോൾട്ടാണ്. അപ്പോൾ ഡിഫോൾട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് അനുസരിച്ചിട്ടാണ് അവർ PGPയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി അടുത്ത് ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും നമുക്ക് ഫുൾ കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ കിട്ടിയ ടോട്ടലിംഗ് എടുത്ത് വെച്ചിട്ട് അതിൽ ഓപ്റ്റ് ഔട്ടിൽ അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ പുറത്ത് ചെയ്യുക, ചാപ്റ്റർ 6 കുറയ്ക്കുക, ഓപ്റ്റ് ഔട്ട് ചെയ്യുക. അല്ലാതെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സമയമൊന്നും കിട്ടത്തില്ല. 40A3 ക്യാഷ് പേയ്മെൻറ്റ് 27 ആഡ് ബാക്ക് ചെയ്തു. ഇത് ഡിഫോൾട്ട് ചെയ്യുന്നത് കൊണ്ട് റിസർച്ചിൻ്റെ ഡൊണേഷൻ ആഡ് ചെയ്തു. ഓപ്റ്റ് ഔട്ടിൽ ഈ 1.10 ലെസ് ചെയ്യണം, ഡിഫോൾട്ടിൽ ഈ 1.10 ആഡ് ചെയ്യണം. കാരണം ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ റിസർച്ചിൻ്റെ ഡൊണേഷൻ എലിജിബിൾ അല്ല. ജോബ് ചാർജ് TDS കട്ട് ചെയ്യാത്തതുകൊണ്ട് 30% ആഡ് ബാക്ക് ചെയ്തു. ഇൻഷുറൻസ്, പേഴ്സണൽ എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്തു. റവന്യൂ എക്സ്പെൻസ് ഫോർ ഫാമിലി പ്ലാനിങ് കമ്പനിക്ക് കിട്ടുള്ളൂ ആഡ് ബാക്ക് ചെയ്തു. അപ്പോൾ ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല, ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും. പിന്നെ മീഡിയം എൻ്റർപ്രൈസിൻ്റെ ഇത് മേടിക്കുന്നതിന് ഡിസലവൻസ് ആപ്ലിക്കബിൾ അല്ല, അപ്പോൾ അതൊന്നും ചെയ്യണ്ട. ഇനി ലെസ് ചെയ്യുന്നതാണ് ഗ്രോസ് ഇൻട്രസ്റ്റ് IFOs, സബ്സിഡി അസറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ സബ്സിഡിയുടെ ഡിപ്രീസിയേഷൻ എക്സസ് 47 ആഡ് ബാക്ക് ചെയ്തു. ഓപ്റ്റ് ഔട്ടിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടെ കുറയ്ക്കാം, ഡിഫോൾട്ടിൽ അത് കിട്ടത്തില്ല. PGP 20,23,000 ആണ് ഡിഫോൾട്ടിൽ. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ 410. IFOസിൽ ആ പോസ്റ്റ് ഓഫീസിൻ്റെ ഇൻട്രസ്റ്റും കൂടെ എടുത്തോണം. പ്രൊമേച്ചർ വിഡ്രോവൽ ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് 75 കൂടെ എടുത്തു. അപ്പം GTI 2688, ഡിഫോൾട്ടിൽ ചാപ്റ്റർ 6 ഇല്ല. ഈ 2688 നിന്ന് ആദ്യം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് അങ്ങോട്ട് മാറ്റുക, കാരണം അതിന് 12.5% ഫ്ലാറ്റ്, റിമൈനിങ് മൊത്തത്തിന് ഡിഫോൾട്ടിലെ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 51,250 ലോങ് ടേമിൻ്റെ ടാക്സ്, ബാക്കിയുള്ളതിന് സ്ലാബ്. അപ്പോൾ 50 ലക്ഷം കഴിയുന്നില്ല, സർചാർജ് ഇല്ല, സെസ് ആഡ് ചെയ്തു. 333,580. കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് TDS ഒന്നുമില്ല, അതുകൊണ്ട് 335 അല്ലെങ്കിലും ടാക്സ് ലൈബിലിറ്റിയാണ് ചോദിക്കുന്നത്. 333,580 ടാക്സ് ലൈബിലിറ്റി. ഓപ്റ്റ് ഔട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ആലോചിക്കേണ്ടത്? ഒന്ന്, റിസർച്ചിൻ്റെ ഡൊണേഷൻ ലെസ് ചെയ്യുക, അഡീഷണൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കാം, ചാപ്റ്റർ 6 കുറയ്ക്കാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ കുറച്ചു, അഡീഷണൽ ഡിപ്രീസിയേഷൻ കുറച്ചു, CDD TTA കുറച്ചു. 21,28,000. ഈ 21,28,000 ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ലോങ് ടൈം ക്യാപിറ്റൽ എടുത്ത് മാറ്റുക, ഫ്ലാറ്റ് 12.5%, റിമൈനിങ് വരുന്നതിന് സ്ലാബ് അപ്ലൈ ചെയ്യുക. സെസ് ആഡ് ചെയ്തു, ടാക്സ് കിട്ടി. രണ്ടിടത്ത് റിബേറ്റ് കിട്ടുന്നില്ല, കാരണം ഓപ്റ്റ് ഔട്ടിൽ ടോട്ടലിംഗ് 5 ലക്ഷം കഴിഞ്ഞാൽ റിബേറ്റ് ഇല്ല, ഡിഫോൾട്ടിൽ 12 ലക്ഷം കഴിഞ്ഞാൽ റിബേറ്റ് ഇല്ല. അതുകൊണ്ട് രണ്ടിടത്ത് റിബേറ്റ് ഒന്നുമില്ല, സെസ് ആഡ് ചെയ്തു, ടാക്സ് ലൈബിലിറ്റി. റൈറ്റ്? സോ ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ, നോട്ട് ദാറ്റ് മച്ച് ഗ്രേറ്റ്, ബട്ട് സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ നൈസ്. കൊള്ളാം, ഭയങ്കര കിടിലൊന്നും പറയാനില്ല. ബട്ട് ആ സാലറിയിലെ സ്പെസിഫൈഡ് നമ്മുടെ ഫോറിൻ ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ടാക്സ് ചെയ്യുന്നതിൻ്റെ ആ പ്രൊവിഷൻ, ദാറ്റ് ഈസ് എ നൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല, അത് നല്ലൊരു ക്വസ്റ്റൻ ആണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് 1-2 നല്ല അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ല ഭയങ്കര കിടിലൊന്നും പറയാനില്ല. സബ്സിഡിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് എ നൈസ് വൺ, ആ ഡിപ്രീസിയേഷൻ അഡീഷണൽ ഇമ്പാക്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ RTP. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ലാസ്റ്റ് മൊമെന്റ് റിവിഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. ബി കൂൾ, വർക്ക് ചെയ്യുക, പോയി എഴുതുക. ഓൾ ദ ബെസ്റ്റ്. റൈറ്റ്?